വചനം ഹല്ലേലൂയ, അതിമമേറിയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയോടെ ഹല്ലേലൂയ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ അഭിഷക്തനെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ ഇമ്പകരമായ ശബ്ദം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചു. അതോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തന്നെ കർത്താവിൻ്റെ മഹത്വമുള്ള ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷക്തനെ ഇവിടെ കൂട്ടി വരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ ഇന്ന് ശുശ്രൂഷയ്ക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഈ ശുശ്രൂഷയിലേക്ക്, ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് അർദ്ധമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് അല്ലെങ്കിൽ രാവിലെ ദൈവദാസനെ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയതാണ്. എന്നാലും രാവിലെ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. കർത്താവിൻ്റെ അഭിഷക്തൻ ഹല്ലേലൂയ പ്രൊഫസർ ഡോക്ടർ എൻ ബോബസ് ഹല്ലേലൂയ എബനേസർ മിഷൻ തിയോളജിക്കൽ സെമിനാരിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ബൈബിൾ കോളേജിൻ്റെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ എബനേസർ മിഷൻ എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രൈസ് ലോർഡ് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ബൈബിൾ കോളേജാണ്. ആ ബൈബിൾ കോളേജിൻ്റെ കീഴിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഊരമ്പിൽ ഒരു ബൈബിൾ കോളേജുണ്ട്. അതുപോലെ നിരവധി സെൻറ്ററുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രാറായിട്ട് കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തൻ ഹല്ലേലൂയ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനേകടങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ദൈവദാസൻ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എബനേസർ മിഷൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളിലായി 400-ലധികം സഭകളുണ്ട്. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അതിൻ്റെ നേതൃനിരകളിൽ നിന്ന് ഹല്ലേലൂയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിലയേറിയ അഭിഷക്തനെയാണ് ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്കായി കർത്താവ് തന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ കർത്താവിൻ്റെ ഈ വിലയേറിയ അഭിഷക്തൻ്റെ കീഴിൽ ഹല്ലേലൂയ MDിനും MDHനും പഠിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇപ്പോഴും ഞാൻ അതിൻ്റെ MDHൻ്റെ ഫൈനൽ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിലയേറിയ ദാസൻ്റെ കീഴിൽ പഠിക്കുവാൻ ദൈവം ഹല്ലേലൂയ എനിക്ക് കൃപ നൽകി. അനേക സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന, പലപ്പോഴും വചനം വായിക്കുമ്പോഴൊക്കെ വരുന്ന പല സംശയങ്ങൾക്കും എനിക്ക് മറുപടി ലഭിച്ചത് ഈ ദൈവദാസൻ്റെ ഹല്ലേലൂയ ആമേൻ ക്ലാസ്സുകളിലൂടെയാണ്. അല്ലെങ്കിൽ അപ്പോൾ സംശയം ദൈവദാസനോട് ചോദിച്ചാണ് പലപ്പോഴും ഞാൻ തീർത്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസനെ കിട്ടിയതിൽ വളരെ ദൈവം കൊണ്ടുവന്നതിൽ ഹല്ലേലൂയ വളരെ സന്തോഷിക്കുന്നു. ദൈവദാസനെ ഹല്ലേലൂയ ആമേൻ ഹാർദമായി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. വീണ്ടും വേഗം വരുന്ന കർത്താവായ യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിലും ആമേൻ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ രാജീവ് പാസ്റ്റർ, ആമേൻ ഈ സഭയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന ആമേൻ സ്തോത്രം പ്രിയ MA വർഗീസ് പാസ്റ്റർ, ഇവിടുത്തെ ശുശ്രൂഷകൾ സഹകരിക്കുന്ന ആമേൻ ആമേൻ തോമസ് കുട്ടി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, വിശ്വാസികൾ, ദൈവകുഞ്ഞുങ്ങൾ, ആമേനെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ശക്തിയോടെ ആമേൻ ഈ പട്ടണത്തിൽ ദൈവം ഉപയോഗിക്കുന്ന MA വർഗീസ് പാസ്റ്ററെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഒരുമിച്ച് ഇന്ന് രാത്രിയിലും പകലിലും ഈ വേദി പങ്കിടുവാൻ ഇടയായിത്തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആമേൻ. രാജീവ് പാസ്റ്റർ ഞങ്ങളുടെ എബനേസർ മിഷൻ തിയോളജിക്കൽ സെമിനാരി ട്രിവാൻഡ്രം പാണംവിളയിലെ സെൻട്രൽ ആമേൻ ജോയിൻ ചെയ്ത് യോജനം പഠിക്കുന്ന മാസ്റ്റർ ഓഫ് ഡിവൈനിറ്റി MA EQയിലുള്ളൊരു കോഴ്സ് അദ്ദേഹം ചെയ്തു. ഇപ്പോൾ MPhil EQയിലായിട്ടുള്ള MDH മാസ്റ്റർ ഓഫ് തിയോളജി എന്നൊരു കോഴ്സിൻ്റെ ഫൈനൽ ആമേ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന ദൈവദാസന്മാരിൽ വളരെ ആമേ ആക്റ്റീവായി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദാഹത്തോടെ എല്ലാ ക്ലാസ്സുകൾക്കും കയറുന്ന ദൈവദാസനാണ്. ഇന്ന് ആമേൻ സ്തോത്രം ഒരുമിച്ച് ആമേൻ ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനും ഒരുമിച്ച് ഈ ശുശ്രൂഷകളായിരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മളിൽ ധാരാളം പൊഴിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല സംഭവങ്ങളാണ് കൂടുതലും അനേക വേദികളിൽ ഞാൻ ദൃശ്യമാധ്യമത്തിലൂടെ സംസാരിച്ചു വരുന്നത്. ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥനയായതിനാൽ സഭയെക്കുറിച്ച് ഒരു ഭാഗം നിങ്ങളോട് സംസാരിച്ചു. ആമേൻ. ഇന്ന് രാത്രി ഒരു സെഷനിൽ അല്പസമയം കൊണ്ട് ആമേൻ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനാണ്. ഹല്ലേലൂയ. എങ്കിലും വരവ് എങ്ങനെ സംഭവിക്കൂ, വരവിൽ ആരെടുക്കപ്പെടും, എടുക്കപ്പെടില്ല, സംഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടക്കുക എന്ന ദൃശ്യമാധ്യമത്തിലൂടെ ഇന്ന് രാത്രി അല്പസമയം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും കർത്താവിൻ്റെ വരവിനായി ദൈവത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ആമേൻ ദിവസമായി രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഇന്ന് രാവിലെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. യുഗാന്ത്യവും യുഗാനന്തര സംഭവങ്ങളും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ അന്ത്യകാലം ബൈബിൾ പ്രവചനങ്ങളിൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും അന്ത്യകാലത്തെ പ്രധാനപ്പെട്ട സംഭവമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും അനന്തരം ഭൂമിയിൽ നടക്കാൻ പോകുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണം, ആമേൻ, പിന്നെ സഹസ്രാബ്ദ വാഴ്ച, അങ്ങനെ ഓർഡറായിട്ട് ആമേൻ സ്തോത്രം, നരകവും സ്വർഗവും, ആമേൻ, നിത്യത, എല്ലാ വിഷയങ്ങൾ, ഇടയ്ക്ക് നടക്കുന്ന സഹസ്രാബ്ദ വാഴ്ച, ഇവയെക്കുറിച്ചൊക്കെയുള്ള ആമേൻ സ്തോത്രം മുഴുവരങ്ങൾ ഉള്ളടക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ചിലർ ഒരുങ്ങാൻ എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. എൻ്റെ ചില കോപ്പികൾ, ഒരു 5-6 കോപ്പികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മീറ്റിങ്ങിന് ശേഷം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ തിരുവെഴുത്തുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ എല്ലാ കണ്ണുകളും അടച്ച് വചനം പറഞ്ഞു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. ഹല്ലേലൂയ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാനിതാ വേഗം വരുന്നുവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ലോർഡ്. അൻപുള്ള ദൈവമേ, പിതാവേ, വായിക്കപ്പെട്ട തിരുവെഴുത്തിലൂടെ ദൈവാത്മാവ് ജനത്തെ, സഭയെ വരവിനായി ഒരുക്കൂ. ഈ ലോകത്തിലൊരു വിശുദ്ധൻ്റെ ഭാഗ്യ പ്രത്യാശയാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത രാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ അങ്ങ് മധ്യാകാശത്തിൽ വരും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ആ പ്രത്യാശ ഒന്നും കൂടെ വർദ്ധിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിൻ്റെ കരുണയും കനിവും പകരണോ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ കർത്താവ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് 1845 സ്ഥലങ്ങളിൽ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് 1845 സ്ഥലങ്ങളിൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മാത്രം 27 പുസ്തകങ്ങളിലായി 23 പുസ്തകങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു രണ്ടാമതും വരും എന്ന് സ്തോത്രം ദൈവഭക്തന്മാർ, അഭിഷക്തന്മാർ എഴുതിയതിനെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 318 പ്രാവശ്യം 260 അധ്യായങ്ങളിലായി 318 പ്രാവശ്യം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബൈബിൾ നമ്മളോട് ചൊല്ലുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം 7 പ്രാവശ്യവും യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ആയിരുന്ന കാലത്ത് 21 പ്രാവശ്യം യേശുവിൻ്റെ സ്വന്തം നാവിലൂടെ വീണ്ടും ഞാൻ മടങ്ങി വരും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് തൊട്ട് മുൻപ് ഈ ഭൂമിയിൽ നടക്കുന്നതായി 50 കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല പ്രവചന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. 50 മുന്നറിയിപ്പുകൾ യേശുവിൻ്റെ വരവിൻ്റെ മുമ്പിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അവയാണിപ്പോൾ ലോകം മുഴുവനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-11-12 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. കർത്താവ് യേശു ഇതാ വേഗം വരാൻ പോകുകയാണ്. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലം സഭയുടെ കാലമാണ്. ഞാൻ പറഞ്ഞുവല്ലോ രാവിലെ, ദൈവികമായ ആത്മീകമായ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ഭൂമിയിൽ നടക്കുന്നെങ്കിൽ അത് സഭയിലൂടെയാണ് കർത്താവ് ചെയ്യുന്നത്. ഈ സഭ ഒരു വലിയ ലക്ഷ്യത്തെ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് സഭയുടെ ലക്ഷ്യം? നോക്കണേ, ഇതാണ് നിത്യത. കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത ദൈവം നമുക്കായി ഒരുക്കുന്നൊരു നിത്യത. ആ
നിത്യതയെ നോക്കിയേച്ചാണ് ദൈവത്തിൻ്റെ സഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഒരുക്കുന്ന നിത്യതയ്ക്കു സഭയുടെ കാലത്തിനും ഇടയ്ക്ക് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അഥവാ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകും പോലെ കണ്ണടച്ചു തുറക്കുന്നതിനകം ലോകത്തിൻ്റെ 5 വൻകരകളിലും ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടുന്ന ഒരു സുദിനം, അത് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനിയും ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഈ രണ്ടാം വരവ് എന്നത് യാഥാർത്ഥ്യമായ വിഷയമാണ്. ഹല്ലേലൂയ. വരവിനെ കുറിച്ച് കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി വിശുദ്ധന്മാരെല്ലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ എൻ്റെ കൊച്ചങ്കാലം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്, അവസാനത്തെ ദിവസം യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പ്രസംഗിക്കുക. പക്ഷെങ്കിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മിക്കവാറും യോഗങ്ങളിൽ യേശുവിൻ്റെ വരവിനെ കുറിച്ച് കേൾക്കാനേ ഇല്ല, പലരും പ്രസംഗിക്കുന്നുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണെന്നും എനിക്കറിയില്ല. പ്രൈസലോ. എന്നാൽ ഒരു കാര്യം സത്യമാണ്, വരുവാനുള്ളവൻ വരും, സമയം താമസിക്കുകയുമില്ല. ഈ ശുശ്രൂഷ കർത്താവ് എന്നെ ഏൽപ്പിക്കുമ്പോൾ ഏത് സഭയിൽ പോയാലും ഒരു സെക്ഷൻ യേശുവിൻ്റെ വരവിനെ കുറിച്ച് സംസാരിക്കാൻ ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ആമേൻ സ്തോത്രം ഈ സന്ദേശം നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷങ്ങളായി യേശു വരും എന്ന് പ്രസംഗിച്ചേച്ച് എന്തുകൊണ്ടാണ് യേശു വരാത്തത്? എപ്പോഴാണ് യേശുവിൻ്റെ വരവിൻ സമയം എന്ന് ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. ഉത്തരം മത്തായി സുവിശേഷം 24-ാം അധ്യായം 36 നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു. വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 24:36. ആ നാളും നാഴികയും സംബന്ധിച്ചോ, ക്രിസ്തുവിന്റെ രണ്ടാം വരവിൻ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ, യേശു പറഞ്ഞു, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതിന്റെ അർത്ഥം വരവ് നിശ്ചയം, സമയം നിശ്ചയമല്ല. വരവിൻ സമയം ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. യേശു അന്ന് പറഞ്ഞു, പുത്രന് കൂടെ അറിയില്ല. ആമേൻ സ്തോത്രം. അങ്ങനെ യേശുവിൻ വരവിൻ സമയം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മിസ്റ്ററിയാണ്, മർമ്മമാണ്. മനുഷ്യൻ മരിക്കും എന്നുള്ളത് നിശ്ചയമാണ്. എപ്പോൾ മരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മരിക്കാതിരിക്കില്ല, മരിക്കും. സമയം നമുക്ക് നിശ്ചയമല്ല. ഇതുപോലെ തന്നെയാണ് കർത്താവായ യേശുവിൻ്റെ വരവ് നിശ്ചയം, സമയം നിശ്ചയമല്ല. അതുകൊണ്ട് കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിശുദ്ധന്മാർ ആകാശവിധാനത്തെ നോക്കിക്കൊണ്ട്, സ്വർഗരാജ്യത്തെ നോക്കിക്കൊണ്ട്, എൻ പ്രാണനാഥൻ എന്ന് വരൂ, സ്തോത്രം, മൽപ്രിയനെ എന്നേശുനാഥനെ വരണേ എന്ന് പറഞ്ഞ് ലോകം മുഴുവനും വിശുദ്ധന്മാർ പ്രാവ് കുറവെന്നത് പോലെ ആകാശമേഘങ്ങളെ നോക്കി കാത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ നമ്മുടെ കർത്താവായ യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? യേശുക്രിസ്തുവിൻ വരവിൻ സമയത്തെക്കുറിച്ച് ഈ ലോകത്തോട് പ്രവചിച്ച ധാരാളം ആളുകളുണ്ട്. 1970-കളിൽ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, പാലസി ലോറി എന്ന് പറയുന്ന സ്തോത്രം ഒരു മിഷനറി യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുവാൻ ഇടയായി. സ്തോത്രത്തെ ഒരു സമയവും പറഞ്ഞു, ഇന്ന ദിവസം വരാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ 1000-ലധികം ആളുകൾ അദ്ദേഹത്തെ പിൻഗമിക്കുന്നവർ യേശു വരുന്നു എന്ന് കേട്ട ഉടനെ തന്നെ അവരെല്ലാം ഒരുങ്ങുവാൻ തയ്യാറായി. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പാടണം, ഒരുമിച്ച് കാത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ആ ദിവസം വന്നു. പലരും ജോലിയൊക്കെ റിസൈൻ ചെയ്തു. അവർക്കുള്ള പലതുമൊക്കെ സ്തോത്രം വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നതാണല്ലോ വലുത്. അതിനായി കാത്തിരുന്നെങ്കിലും ആ ദിവസം വന്നു, യേശു വന്നില്ല.
ഒരു സ്തോത്രം ചെയ്യാം. എങ്കിലും ഇന്ന് ആമേൻ തിരുനെൽവേലിക്കടുത്ത് ആലംകുളത്ത് ആമേൻ സ്തോത്രം ഒരു ആശ്രമമുണ്ട്. ഈ പാലസിൽ ലോറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആമേൻ സ്തോത്രം നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ലീഡർഷിപ്പിലിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. യേശു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ പലരും യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. 1916 യേശു ക്രിസ്തു വരുമെന്ന് സൗത്ത് കൊറിയയിൽ അറിയപ്പെട്ടൊരു പ്രവാചകൻ പ്രവചിച്ചു. ആളുകൾ കാത്തിരുന്നു, യേശു വന്നില്ല. ആമേ പിന്നീട് പല ഘട്ടങ്ങളിലായി ആമേ പല രാജ്യങ്ങളിൽ വരവനായി പലരും കാത്തിരിക്കുവാനിടയായി. ആമേ 1998 അമേരിക്കയിൽ ഒരു ആമേൻ സ്തോത്രം ഒരു കരസ്മാറ്റിക് സഭാ വിഭാഗത്തിൽപ്പെട്ടവർ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കാനിടയായി. അവസാനം യേശു അന്ന് വന്നില്ല. ഉപദേശ പെസകൊള്ള സഭയിൽ അവസാനം ആ ലീഡർ പറഞ്ഞു, യേശു വന്ന് മധ്യാകാശത്തിൽ നിൽക്കുകയാ, നമ്മളെ അങ്ങോട്ട് പോകാൻ ക്ഷണിക്കുന്നെന്ന് അദ്ദേഹം ആമേ ഗൗരവമായ ആളുകളോട് പറയുകയും അങ്ങനെ ഒരു കൂട്ടാത്മഹത്യ കെറോസിൻ ഓയിൽ മണ്ണെണ്ണ ശിരസിൽ ഒഴിച്ച് 200-ലധികം ആളുകൾ ആമേ മരിച്ചു. യേശുവിനെ കാണാൻ മധ്യാകാശത്തിൽ പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലേഖനത്തിൽ വായിക്കുന്നത്, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് ആരും ഇളകിപ്പോകേണ്ട ആവശ്യമില്ല, ഒരുങ്ങേണ്ടതാണ് ആവശ്യം. ഹല്ലേലൂയ. കർത്താവ് വരും എന്നത് സത്യമാ, പക്ഷെങ്കിൽ അതിനായി ഇളകിപ്പോകാനല്ല ഇന്ന് രാത്രിയിലെ പ്രസംഗവും, പക്ഷെ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. കാരണം ബൈബിൾ പറഞ്ഞു, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തൊരു സമയത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. യേശു ക്രിസ്തുവിന്റെ വരവ് എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കണേ. ഇതിന്റെ ഓഡിയോ ഒന്ന് അല്പം കൊടുക്കാം, ലാപ്ടോപ്പിന്റെ ഓഡിയോ. ആമേൻ സ്തോത്രം. മധ്യാകാശത്തിൽ ആമേൻ സ്തോത്രം സകല വിശുദ്ധന്മാരെയും ചേർക്കാം. വചനം പറയുന്നു, യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ ഈ കാണുന്ന പോലെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് എടുക്കപ്പെടും. ലോകം മുഴുവനും ഞെട്ടുന്നൊരു സംഭവമായിരിക്കും അത്. ആമേൻ. അന്തരീക്ഷത്തിൽ എന്തോ അലിഞ്ഞു ചേരും പോലെ ആമേൻ മനുഷ്യരുടെ കൺമുന്നാകെ വിശുദ്ധന്മാർ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും യേശു ക്രിസ്തു മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുകയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ സംഭവമായിരിക്കും ഈ കർത്താവിന്റെ വരവ് എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, യേശു കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് സ്വകാര്യമായി സംസാരിക്കാൻ യേശുവിന്റെ അരികിൽ വന്നു. വായിച്ചോണം. അതെപ്പോൾ സംഭവിക്കുമെന്നും അവർ ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം. വരവ് എപ്പോൾ എന്ന് ചോദിച്ചാൽ അങ്ങ് പറയും, എനിക്കറിയില്ല, പിതാവിനെ അറിയുള്ളൂ. ഞങ്ങൾക്ക് വരവ് എപ്പോഴെന്ന് പറയണ്ട. അങ്ങയുടെ വരവിനും ഈ ലോകത്തിന്റെ അവസാനത്തിനും അടയാളം, ലക്ഷണം, കാർമേഘം കറക്കുമ്പോൾ മഴ പെയ്യാൻ പോകുന്നു ഞങ്ങൾ അറിയും. ഇതുപോലെ പലതും കണ്ട് പലതും ഞങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങയുടെ വരവിന് ഞങ്ങൾക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരണമേ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അതോടെ നമ്മുടെ കർത്താവായ യേശു ചില അടയാളങ്ങൾ പറയാൻ തുടങ്ങി. വിശുദ്ധ വേദപുസ്തകത്തിൽ 24 പ്രത്യക്ഷമായ അടയാളങ്ങൾ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയിൽ 24 അടയാളങ്ങളും ഇപ്പോൾ ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം തെളിയിക്കാൻ സമയം പോരാ. എന്നാൽ ഒരു 3-4 പ്രവചനം വായിച്ച് കേൾപ്പിക്കാം ഇപ്പോൾ നിവർത്തിയായി കൊണ്ടിരിക്കുന്നത്. ഒന്ന്, മത്തായി സുവിശേഷം 24 നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. സ്ക്രീനിൽ നോക്കിയ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇന്നത്തെ ആമേൻ ക്രൈസ്തവ സഭകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കള്ളപ്രവാചകന്മാർ എണീറ്റ്
ആമേൻ സ്തോത്രം. വലിയ വലിയ ആളുകൾ എണീറ്റ് ആമേൻ സ്തോത്രം ഞാൻ ക്രിസ്തു എന്ന് ചൊല്ലിക്കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ആളുകളെ വഴിതെറ്റിക്കുന്ന, ലക്ഷ്യം തെറ്റിയ ഒരു പടകിനെ പോലെ മാറ്റി യേശുവിന്റെ വരവിനായി ഒരുക്കപ്പെടേണ്ട ആളുകളെ അവരുടെ ട്രാക്ക് തെറ്റിച്ചു വിടുന്ന ഒരു പൈശാചികമായ വ്യാപാരം ഇന്നത്തെ സുവിശേഷ മേഖലകളിൽ, ക്രൈസ്തവ സഭകളിൽ ആമേൻ വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ യേശു പറഞ്ഞു, പ്രത്യേകിച്ച് കള്ളക്രിസ്തുക്കൾ എണീക്കും. കള്ളക്രിസ്തുക്കൾ ആരെങ്കിലും എണീറ്റിട്ടുണ്ടോ? സഭാ ചരിത്രം പഠിച്ചാൽ 11,000 ആളുകൾ ഇന്നേ വരെ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് മാത്രം ഭൂമിയിൽ വന്നവർ 11,000. 11,000 ആളുകൾ. അതിൽ പ്രധാനപ്പെട്ട ആമേൻ പല ഗ്രൂപ്പുകാരുമുണ്ട്. അതാ യേശു പറഞ്ഞത്, ഇതാ ക്രിസ്തു അവിടെ ഇല്ല, ആമേൻ ദേ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. എത്യോപ്യയിൽ വന്ന ഒരു യേശുവിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവാണ്. പേര് സെർജി ആന്റോലോവിച്ച് ടോറോപ്പ് എന്നാണ്. അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു, ഐ ആം ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അവതാരമായി ഞാൻ. അദ്ദേഹം വന്നതായ സ്റ്റേഡിയത്തിൽ കൂടിക്കിടക്കുന്ന ആളുകൾ കണ്ടോ? കൈ നീട്ടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. ഒത്തിരി അതിശയങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എത്യോപ്യയിൽ 100 കണക്കല്ല 10,000 ആളുകളെ വിശ്വാസത്തിൽ നിന്നും വഞ്ചിച്ച വഞ്ചകനാണ് ഈ പിക്ചറിൽ കാണുന്ന ഈ മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞു, ആര് വരും? അവസാന കാലത്ത് കള്ളക്രിസ്തുക്കൾ വരും. ദേ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ചരിത്രമാണിത്. യേശു പറഞ്ഞത് അങ്ങനെ സംഭവിച്ചു. യേശു ക്രിസ്തു ആമേൻ ചെയ്തതുപോലെ പല കാര്യവും ഇദ്ദേഹം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. ആമേൻ യേശു ക്രിസ്തു 5 അപ്പവും ആമേൻ 2 മീനും കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചത് കൊണ്ട് അതും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. മലയുടെ മകളിൽ പലപ്പോഴും യേശു കയറിയിരുന്ന് പ്രഭാഷണം നടത്തുന്നത് നമ്മൾ കാണാം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെല്ലാം ഗിരിപ്രഭാഷണമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ അതിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മലയുടെ മണ്ടേ കയറി സുവിശേഷവും സത്യവും ഒക്കെ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവിൽ നിന്നും വ്യത്യസ്തൻ ആമേൻ ഈ കാണുന്ന പോലെ കൊടയും ഒക്കെ പിടിച്ചാണ് പുള്ളിയുടെ ഇരിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പവും മീനും യേശു ആമേൻ വർദ്ധിപ്പിച്ച് 5,000 പേർക്ക് കൊടുത്തതിനാൽ ഇദ്ദേഹവും അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. തൻ്റെ പിൻഗാമികൾ ആമേൻ സ്തോത്ര അപ്പം കൊണ്ടുവന്ന അപ്പം ദേ കണ്ടോ, ആമേൻ ഇതിനെ വാഴ്ത്തി താൻ അനുഗ്രഹിക്കുന്നു. 5 അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ 1 കുറഞ്ഞതല്ലാതെ 1 പോലും കൂടിയില്ല. അതായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. ഇങ്ങനെയുള്ള ഒത്തിരി കള്ള വ്യാജ ഉപദേശവുമായി ഈ ആമേൻ ടോറോപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യകാലത്തിനും യേശുവിൻ്റെ വരവിനും 1ാമത്തെ ആമേൻ സ്തോത്രം പ്രവചനമാണ്. തീർന്നില്ല. പെൻസിൽവേനിയയിൽ വന്ന മറ്റൊരു യേശു. ലക്ഷക്കണക്കായ ആൾക്കാരെ ഈ പുള്ളി കയ്യിലെടുത്തു. പുള്ളിയുടെ പേര് ഓസ്കാർ റാമറോ ഒർട്ടേഗ ഹെർണാണ്ടസ് എന്നാണ്. ഇദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു, ഞാൻ മെസ്സിയയാണ്, കർത്താവിനെ അയച്ചിരിക്കുക, മെസ്സികയായിട്ട് എന്നെ അയച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാം. മരണത്തിനപ്പുറം നിത്യമായ ജീവിതത്തിൽ ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ എന്നിൽ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹവും അനേകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. മെക്സിക്കോയിലെ മറ്റൊരു യേശുവിനെയാണ് നിങ്ങൾ കാണുന്നത്. ബെയിനെ ബെന്റ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് കുറേ അപ്പോസ്തലന്മാരും അപ്പോസ്തോലികളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവരുമായിട്ട് ഒരുമിച്ച് ഇദ്ദേഹം സ്വയം യേശു എന്ന് ആമേൻ വെളിപ്പെടുത്തി ആളുകളെ വശീകരിക്കുന്നു. ആമേൻ മറ്റൊരു യേശുവാണ് ഫ്ലോറിഡയിൽ വെളിപ്പെട്ട ഈ മനുഷ്യൻ. ജോസ് ലൂയിസ് ഡി ജീസസ് മെറാൻഡ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആമേൻ അദ്ദേഹവും പറയുന്നു, ഞാൻ യേശുവാണ്. ഇന്ന് ഏകദേശം 70 ലക്ഷം ആളുകൾ അമേരിക്കയിൽ ഇദ്ദേഹത്തെ പിൻഗമിക്കാനുണ്ട്. വലിയൊരു സഭ ഇവർക്കുണ്ട്. ആമേൻ സ്തോത്ര. CNN TV ചാനലിൽ ആമേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിനെ അവർ പ്രദർശിപ്പിക്കുവാനിടയായി. അവിടുത്തെ ചർച്ചിലെ മീറ്റിംഗ്, അതിൽ ഈ നിൽക്കുന്ന ഇദ്ദേഹമാണ് യേശു. ഡാനിയേൽ അവേറസ് എന്ന മറ്റൊരു പേരും ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആരാധനയിൽ കണ്ടോ, ഇതുപോലെ ആളുകൾ കൂടുന്നു, കരയുന്നു, കയ്യടിക്കുന്നു, സ്തോത്രം പറയുന്നു. അവിടെയും പാട്ടുണ്ട്, കയ്യടിയുണ്ട്, അന്യഭാഷയുണ്ട്, ഹല്ലേലൂയയുണ്ട്. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ആത്മാക്കളെ വിവേചിക്കാൻ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ഒരു സ്തോത്രം ചെയ്യാമോ? എന്താ കണ്ടോ,
ഇതാണ് അവിടുത്തെ അവസ്ഥ. കയ്യടിയും പാട്ടും ആരാധനയും കണ്ണുനീരും ഒക്കെ ഉണ്ട്. ഈ പെൺകൊച്ച് അവിടുത്തെ സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അവൾ പറയുന്നത് സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ് എന്നാണ് അവൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കള്ള ക്രിസ്തുക്കൾ ലോകവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പീൻസിൽ പ്രത്യക്ഷനായ മറ്റൊരു ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അപ്പോളോ കൊയ്ബൊളായ് എന്നാണ്. കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ട് അതിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. വിശാലമായ ജീവിതശൈലി സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം സ്വയം ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പീൻസിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു വരുന്നു. ഒടുവിലായിട്ട് ഒരാളിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇൻട്രി ക്രിസ്റ്റോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഫോട്ടോയിൽ കാണുന്ന യേശുവിനോട് ഏകദേശം സാമ്യമുള്ള ഇൻട്രി ക്രിസ്റ്റോ ബ്രസീലുകാരനാണ്. അദ്ദേഹവും സ്വയം അവകാശപ്പെടുന്നു താൻ യേശുവാണ്. അന്തർദേശിക ന്യൂസ് ചാനലായ NTN ന്യൂസ് ചാനലിൽ സ്തോത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം വെളിപ്പെടുത്തുവാനിടയായി. ധാരാളം ശിഷ്യഗണങ്ങളെല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ ചുവടെ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും തടിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ സദുപദേശങ്ങൾ കേൾക്കുകയോ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി വരികയും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി സഭയിലെ ദൈവമക്കൾ മനസ്സിലാക്കട്ടെ, നമ്മുടെ കർത്താവ് പറഞ്ഞു അവസാന കാലത്ത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും വരും. ഇതാ വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും സാക്ഷിയായി മാറിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇവരുടെ വാക്കുകളിലൂടെ വശീകരിക്കപ്പെടാൻ പാടില്ല. യേശുവിൻ്റെ രണ്ടാം വരവിന് അടയാളമായി യേശു തന്നെ പറഞ്ഞ മറ്റൊരു പ്രവചനം മത്തായി സുവിശേഷം 24-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ഒന്ന് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 24:7. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എല്ലാ സ്ഥലത്തുമല്ല, അവിടെ ഉണ്ടാകും. ക്ഷാമം എന്നൊക്കെ കേരളത്തിൽ പ്രസംഗിച്ചാൽ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലാകില്ല, അല്ലേ? കാരണം എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കി കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷാമം, പട്ടിണി എന്നൊക്കെ പറഞ്ഞ പിള്ളേർ ഡിക്ഷണറി തരയും അർത്ഥം എന്നാന്ന് അറിയാൻ വേണ്ടി. എന്നാൽ ലോകം മുഴുവനും ഇപ്പോൾ ക്ഷാമം തുടങ്ങിയിരിക്കുന്നു. ദൈവം നമ്മുടെ ദേശത്തെ കണ്ടോ ഇതുപോലെയാണ് എന്തെല്ലാം ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നു. നോക്കണം, ഈ പുള്ളിക്ക് ഇപ്പോൾ എവിടെ തുടങ്ങണമെന്ന് പോലും പിടിയില്ല. ഇതാണ് നമ്മുടെ ദേശം. സന്തുഷ്ടമായ ജീവിതം, ധാരാളം ഭക്ഷണം, സുഖം എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ തെക്ക മേഖല ഒരു ദൈവാനുഗ്രഹമുള്ള പട്ടണമാണ്. ഹല്ലേലൂയ. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും നമ്മുടെ ദേശത്തിലാണ് ഉള്ളത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദേശങ്ങളെ ദൈവം അനുഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഇങ്ങനെ നാം ഭക്ഷിച്ച് ബാലൻസ് എച്ചിൽ ടാങ്കിലേക്ക് നാം കളയുമ്പോൾ ഇന്ത്യക്കകത്ത് മാത്രം 3 നേരം ഭക്ഷണം കൃത്യമായി കിട്ടാതെ വിഷമിക്കുന്നവർ 30 കോടി ആളുകൾ ഉണ്ടെന്നാണ് സ്തോത്രം ചില പഠനങ്ങൾ പറയുന്നത്. ഒരു നേര ഭക്ഷണത്തിന് വേണ്ടി അവർ എച്ചിൽ ടാങ്കിൽ കൈയിടുന്നു. ഒന്ന് വയറ് നിറയ്ക്കണം, അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഭൂമിയിൽ മറ്റൊന്നും സമ്പാദിക്കാനല്ല. അങ്ങനെയുള്ള പട്ടിണി പാവങ്ങളുള്ള ഒരു ദേശത്താണ് നമ്മൾ പാർത്തിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. 107-ാം സങ്കീർത്തനം 33-34 ദേശങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷാമത്തെ കുറിച്ച് സ്തോത്രം ബൈബിൾ പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ്. വായിച്ചു കേൾക്കാം. നിവാസികളുടെ ദുഷ്ടത നിമിത്തം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് ഒരു ലക്ഷണമാണ് ക്ഷാമമെങ്കിൽ പഴയ നിയമകാലത്ത് ഈ ക്ഷാമം പട്ടണങ്ങളിൽ വ്യാപിച്ചതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണമാണ് 107-ാം സങ്കീർത്തനം 33 കാണുന്നത്. നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെ മരുഭൂമിയും ദൈവം നദികളെ മരുഭൂമിയും നീരുറവകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവുമാക്കി. അല്ലേ? ദേശത്തിൽ പാർക്കുന്ന നിവാസികളുടെ ദുഷ്ടത പെരുകുമ്പോൾ ദൈവം എന്നാ ചെയ്യുന്നെന്ന് അറിയണ്ടേ? നീരുറവകളെ വരണ്ട നിലമാക്കുന്നു. വർഷങ്ങൾക്ക് പുറകെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മ്ലേച്ഛതകൾ സ്തോത്ര ഡോക്യുമെന്ററി ആയിട്ട് പുറത്തുവിട്ട ആളുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം സമൂഹത്തിലുള്ള എത്രയോ മ്ലേച്ഛമായ കാര്യങ്ങൾ പാപത്തിന്റെ അഴുക്കുചാലിലൂടെ കടന്നുപോയ ആഫ്രിക്കൻ രാജ്യം ഒരു കാലത്ത് ഇന്നത്തെ പോലല്ലായിരുന്നു.
സമൃദ്ധിയുടെ നടുവിൽ മനുഷ്യൻ പാപം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് കാണുന്നത്. മനുഷ്യന് സമൃദ്ധി വർദ്ധിക്കുമ്പോൾ, ആമേൻ, നന്മ പെരുകുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ആമേൻ, പാപവും മ്ലേച്ഛതയും പെരുകുകയാ. നിവാസികളുടെ ദുഷ്ടത അതല്ലേ ഇന്ന് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നു. മലപ്പുറത്തിൽ സ്വന്തം 9 മാസം ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ദുഷ്ടതയല്ലേ? മദ്യപിച്ച് വീട്ടിലെത്തിയ പുരുഷൻ ഭാര്യയോട് വഴക്കുണ്ടാക്കിയേച്ച് നിലത്തിടുന്ന കുഞ്ഞിന്റെ വലതുകാലിൽ തൂക്കിയെടുത്ത് നിലത്തടിക്കുന്നു. ആമേൻ സ്തോത്രം. എത്ര ഭയങ്കര സംഭവങ്ങളാ. ആമേൻ സ്തോത്രം. ഈ ഇടയ്ക്ക് നടന്ന ചില സംഭവങ്ങൾ. 21 പീസായി മകൻ സ്വന്തം അപ്പനെ വെട്ടിമുറിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇതൊക്കെ എന്താ? ദേശത്തിൽ ദുഷ്ടത പെരുകുകയാണ്, പാപം പെരുകുകയാണ്, അന്യായം പെരുകുകയാണ്, അഴിമതി പെരുകുകയാണ്. ദൈവത്തിന്റെ കോപം ദേശത്തിൽ ഉണ്ടാകത്തക്ക നിലയിൽ ആമേൻ മനുഷ്യന്റെ അധർമ്മം, മനുഷ്യന്റെ പാപം, നിവാസികളുടെ ദുഷ്ടത ദേശത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വായിച്ചു കേൾപ്പിക്കാം. ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ, ആമേൻ, കർത്താവ് പറയുന്ന മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈ നീട്ടി. നന്നായി കേൾക്കണേ. ഒരു ദേശം, ഒരു പട്ടണം, ഒരു രാജ്യം, ഒരു സമൂഹം, ഒരു ഗ്രാമം, ഒരു കുടുംബം ദൈവത്തോട് പാപം ചെയ്താൽ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കും എന്നല്ല. ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്നവനോട് ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കില്ല. ഞാൻ അവന് നേരെ, ആ ദേശത്തിന് നേരെ എൻ്റെ കൈ നീട്ടും. ഒരു സ്തോത്രം ചെയ്താട്ടെ. തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവത്തിൻ്റെ കൈ നീട്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ ഉറപ്പാൻ പറയാം. ഇന്നിവിടെ ഉപവസിച്ച ദേശത്തിനായി കരയുന്ന ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ ദേശത്തിൽ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടാത്തത്, ദൈവം തൻ്റെ ന്യായവിധിയുടെ കരം നീട്ടിയാൽ ആ കൈയിനെ പിടിച്ചു നിർത്താൻ ആർക്കാൻ കഴിയുക? ദൈവം പറഞ്ഞു, ഞാൻ നാമെ കൈ നീട്ടി. വായിച്ചോളൂ. കൈ നീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച്, ആദ്യം ചെയ്യുന്നത് അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. അതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിച്ചത്. ചെയ്തു കൂട്ടിയ പാവങ്ങൾ നിമിത്തം ആ ദേശങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ ആമേൻ ശിക്ഷ എന്ന് പറയാം പട്ടിണി, ആഹാരമില്ലായ്മ, ദാരിദ്ര്യം, കാലാവസ്ഥയിലുണ്ടായ മാറ്റം. അപ്പൻ സ്വന്തം മക്കളെ ചവിട്ടി കൊന്ന് വെട്ടിമുറിച്ച് കപ്പ പിഴുങ്ങും പോലെ പിഴുങ്ങി തിന്നുന്ന അനുഭവങ്ങളൊക്കെ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായി എന്ന് നമ്മൾ കേട്ടത് എന്തുകൊണ്ടാ? ദേശത്തിലെ അധർമ്മം, പാപം ഒരു കാരണമാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബം പച്ചപ്പിലേക്ക് വരണമെങ്കിൽ, മാനിക്കപ്പെടണമെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാവരുടെയും കരങ്ങൾ ശുദ്ധമായിരിക്കണം, ജീവിത ശൈലി ശുദ്ധമായിരിക്കണം. ആമേൻ സ്തോത്ര. അധ്വാനിക്കുന്ന നിന്റെ അധ്വാന ഫലം നീ തിന്നുവെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കാത്ത യാതൊരു ഫലവും നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ സൂക്ഷിക്കണമെന്നല്ല, പ്രാർത്ഥിക്കണം. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അനേകരുടെ അധ്വാനങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയില്ലാത്തതിനാൽ, ദൈവപ്രസാദമില്ലാത്തതിനാൽ അധ്വാനത്തോട് ചേർന്ന് ദൈവം ഒരു വേദനയും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അത് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 25:42 പുതിയ നിയമസഭ വിശ്വാസികളോട് കർത്താവ് ഓർപ്പിച്ചൊരു കാര്യം വായിക്കാം. എനിക്ക് വിശന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. മതി. ആമേൻ. കർത്താവിനെ പിൻഗമിച്ച ശിഷ്യന്മാരോട്, പുരുഷാരത്തോട് കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. അവർ ചോദിച്ചു, അങ്ങ് വിശന്ന് ഞങ്ങൾ എപ്പോഴാ കണ്ടത്? ദാഹിച്ചെപ്പോഴാ കണ്ടത്? പിന്നത്തേതിൽ കർത്താവ് പറഞ്ഞു, ഇവർക്ക് ഒരു ഗ്ലാസ് ജലം നീ കൊടുത്താൽ ഇവർക്ക് കൊടുത്തത് എനിക്ക് തന്നിരിക്കുന്നു. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സുവിശേഷ വേല ചെയ്യുന്നവരെയും ഒക്കെ ആമേൻ കൈത്താങ്ങണമെന്ന് കർത്താവായ യേശു അവിടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യാം.
നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളില്ലാതെ ഒറ്റപ്പെട്ട ഒത്തിരി പട്ടിണി പാവങ്ങളൊക്കെ ഉണ്ടല്ലേ. ഏകദേശം 3 ദിവസത്തോളം കഴിക്കാൻ ഒന്നും കിട്ടാത്തൊരു കുഞ്ഞ്. അതുവഴിക്ക് പോയൊരു മനുഷ്യന് കനിവ് തോന്നി. അവൻ വിശപ്പോടിരിക്കുന്നെന്ന് മനസ്സിലാക്കി വെച്ച് അവനൊരു നേരം ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് കഴിച്ച് ആ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്നത് അവൻ ആനന്ദ കണ്ണുനീരല്ലേ. നമ്മുടെ പിള്ളേർക്ക് ആഹാരത്തിനൊരു കുറവുമില്ല. പലരും ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന എന്തിനെന്നറിയാമോ? ആമേ പാസ്റ്ററെ, കുഞ്ഞ് കഴിക്കുന്നില്ല, കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ട, അത്രയ്ക്കും സമൃദ്ധിയാ. എന്നാൽ ഇവിടെ കണ്ടോ, ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന തലമുറകൾ, ജീവിതങ്ങൾ, കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ധാരാളമുണ്ട്. അവൻ ആഹാരം കഴിച്ച് ആ കുഞ്ഞിൻ്റെ ആ ഒരു ആനന്ദ കണ്ണുനീരും അതിൻ്റെ സങ്കടമൊക്കെ കണ്ടാലല്ലേ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ സഭയെ എത്ര ഭംഗിയായി പരിപാലിക്കുന്നു. അത് നനയ്ക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഭക്ഷണം എടുത്തു വെച്ചിട്ട് സ്തോത്രം പറഞ്ഞേച്ചാൽ കഴിക്കാൻ. ഹല്ലേലൂയ. പണം ഉണ്ടായിട്ടും എത്തിയോപ്യ പോലുള്ള രാജ്യങ്ങളിൽ ഭക്ഷണമില്ല. ധാരാളം പണം കയ്യിലുണ്ട്, കടയിൽ പോയാൽ മേടിക്കാൻ സാധനം വേണ്ടേ. അതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞത്, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദൈവസഭയെ കർത്താവ് ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ് ദരിദ്രരെ സഹായിക്കുക, ഏഴകളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. ഭൂമിയിൽ എത്ര ദിവസം ഉപവസിച്ചു എന്ന് ചോദിച്ചിട്ട്, എത്ര മണിക്കൂർ കൈയടിച്ച് ആരാധിച്ചു എന്ന് ചോദിച്ചിട്ടല്ല സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത് ആമേൻ സ്തോത്രം, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമനിമിത്തം നമ്മൾ എന്ത് വിതച്ചു എന്ന് ചോദിച്ചിട്ടായിരിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയിൽ പറയാറുണ്ട്, വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആമേ ഒരു കുടുംബവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ചേർന്ന് ആമേ ഒരു മാസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചെലവ് കണക്കാക്കി ആമേ ആഹാര സാധനങ്ങൾ വാങ്ങി യോഗ്യരായ ഒരു കുടുംബത്തെ കണ്ടുപിടിച്ച് ആമേ ഒരു ഓട്ടോറിക്ഷ പിടിച്ചോ ഇല്ലെങ്കിൽ വണ്ടിയിലോ അവിടെ പോയി ഇറങ്ങി ഈ ഭക്ഷണം, ആ സാധനങ്ങൾ ആ ഭവനത്തിന് കൊടുക്കണോ. ഒരു മാസം ആഹാരം കഴിക്കാൻ ആ കുടുംബത്തിന് നിങ്ങളുടെ കിക്കുന്ന സഭയായിരുന്നു. രാവിലെ സമയം കിട്ടിയില്ല എനിക്ക് സംസാരിക്കാൻ. അവർ എന്ത് കൊടുത്തെന്ന ആമേ സ്തോത്രം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഏകദേശം 52 ബിഷപ്പുമാരെ സപ്പോർട്ട് ചെയ്ത ഒരു സഭ, അതാണ് റോമൻ സഭ. ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ സ്തോത്രം. എത്രയോ വിധവകളെ, എത്രയോ പ്രവർത്തനങ്ങളെ അവർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ദൈവം അവരുടെ അതിരുകളെ വിശാലപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. ഏത് കിണറ്റിൽ നിന്ന് വെള്ളം നമ്മൾ കോരുമോ ആ കിണറ്റിലെ ഉറവകൾ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം നമുക്ക് വേണ്ടി നമ്മൾ ആമേ സൂക്ഷിക്കാതെ ഇതുപോലെയുള്ള പാവങ്ങളെയും കൂടെ നമ്മുടെ കണ്ണിൽ കാണണോ. തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞിനെ സ്കൂളിൽ പഠിക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഒരു വർഷത്തെ കുഞ്ഞിൻ്റെ സ്കൂളിലെ ആമേൻ സ്തോത്ര പുസ്തകങ്ങൾ വാങ്ങാനെങ്കിലും നമ്മളൊരു സപ്പോർട്ട് ചെയ്താൽ ബൈബിൾ പറഞ്ഞു ഇത് നീ ദൈവത്തിന് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്തോത്രം ചെയ്യാമോ? പക്ഷെ ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല, നമ്മളും ദൈവം മാത്രമേ അറിയാവൂ. ഹല്ലേലൂയ. അത് ദൈവം നിമിത്തം ചെയ്യുന്നതാ. ആമേൻ സ്തോത്രം സ്തോത്രം. ഈ സത്യങ്ങൾ ഞങ്ങളുടെ സഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ അനേകർ കൊടുക്കാൻ തുടങ്ങി. ഇപ്പം 5 മിഷണറിമാര് ഞങ്ങളുടെ സഭയിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. ഇതെങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ അവർ ആരംഭിച്ചതാണ്. ആരെല്ലാം വിതയ്ക്കാൻ തുടങ്ങിയോ അവരുടെ വീടുകൾ പൊളിച്ചു പണിയാൻ തുടങ്ങി. അവിടെ തലമുറകളെ വിദേശങ്ങൾ ദൈവം അയക്കാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. എഴുതി ഒരിക്കലും കയറി വരാൻ പറ്റാത്ത ആമേൻ ടെസ്റ്റുകൾ ജയിച്ച് ഓരോന്നായി തമ്പുരാൻ കരം പിടിച്ച് കയറ്റി. ഹല്ലേലൂയ. അതാ ബൈബിൾ പറഞ്ഞത്, കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെയുള്ള അർഹരായ ആളുകൾക്ക്, യോഗ്യരായ ആളുകൾക്ക് യേശുവിൻ നാമനിമിത്തം നമ്മൾ വിതയ്ക്കണം. എളിയവന് കൊടുക്കുന്നവൻ ആർക്ക് കടം കൊടുക്കുന്നു? ദൈവത്തിന് കടം കൊടുക്കുന്നു. രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും, ചർച്ചയിൽ പോകുന്നവരും ഇല്ലാത്തവരും ഒരു വ്യത്യാസവുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണോ, വിശക്കുന്ന ആളാണോ, പട്ടിണിയുള്ള വീടാണോ, ആമേൻ വസ്ത്രമില്ലാത്ത വ്യക്തിയാണോ, തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം ഡയറിയിൽ അത് എഴുതി വയ്ക്കാനിടയാകും.
ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മുമ്പോട്ട് ഞാൻ പോകട്ടെ. ആമേൻ, ലോകം മുഴുവനും ഇന്ന് ഒരു പട്ടിണിയുടെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് ആമേൻ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുക. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാ സൂര്യനിൽ ഉണ്ടാകുന്ന ആമേൻ മാറ്റങ്ങൾ. സൂര്യൻ്റെ ചൂട് പരിമിതപ്പെടുത്തി ഭൂമിക്ക് ആവശ്യമായ ആമേൻ ചൂട് മാത്രം നൽകുന്ന ഓസോൺ പാളിയിൽ ഉണ്ടായ വിള്ളൽ നമുക്കറിയാം കൂടുതൽ ചൂട് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു. സൂര്യൻ്റെ മധ്യഭാഗത്തെ ചൂട് 2.5 ലക്ഷം ഫാരൻഹീറ്റാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 3 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സൂര്യൻ ഭൂമിയെക്കാളും 1300 പ്രാവശ്യം വലിപ്പമുള്ളതാണ്. ഇത്രയും വലിപ്പമുള്ള സൂര്യന്റെ മൊത്തം ചൂടിൽ ഒരു ഭാഗം ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി 10 ലക്ഷം പ്രാവശ്യവും പച്ചവെള്ളത്തെക്കാളും നൈസായിട്ട് ഉരുകിപ്പോകാനിടയാകും. അതുകൊണ്ടാണ് റെഫ്രിജറേറ്ററെ പോലെ ഓസോൺ പാളി മുഴുവൻ ചൂടിനെയും പിടിച്ചെടുത്തിട്ട് ഭൂമിയിൽ നിന്നൊരു സാധാരണ നോർമൽ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ ചൂട് 36 സെൽഷ്യസ് ആണ്. അപ്പൊ ആവശ്യമുള്ള ചൂട് മാത്രം ഭൂമിയിൽ നൽകാൻ ദൈവം അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത സൂര്യനെ നിർത്തിയെങ്കിൽ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? ഓസോൺ പാളിയിൽ ഉണ്ടായ കിളിർത്ത സ്തോത്രം ആ വിള്ളൽ നിമിത്തം കൂടുതൽ ചൂട് ഭൂമിയിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? കൂടുതൽ ചൂട് വരാൻ തുടങ്ങിയതോടെ ഭൂമിയിൽ വൃക്ഷ സസ്യ ലതാദികളുടെ സ്തോത്രം തകർച്ച ആരംഭിച്ചു. നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ നദികളിലെല്ലാം വെള്ളം വറ്റാൻ തുടങ്ങി. സ്തോത്രം ഭൂമിയിൽ വെള്ളം കിടന്ന നദികളെല്ലാം വിണ്ട് കീറി കിടക്കുന്ന കാഴ്ച. ഇത്തരത്തിൽ ലോകത്തിൽ പല രാജ്യങ്ങളിലും ജലാംശയം കുറഞ്ഞു. സൂര്യൻ്റെ ചൂട് ധാരാളമായി വർദ്ധിക്കാൻ തുടങ്ങി. അതോടെ കുടിവെള്ളത്തിന് പോലും ആളുകൾ വിഷമിച്ചു. ആഹാരമില്ലാത്ത അവസ്ഥയായി. ശരീരമെല്ലാം ക്ഷയിച്ച് സ്തോത്രം ദാ ഈ ഗതിയിലായി. അറ്റ്ലാന്റിക് എന്ന പട്ടണത്തിലെ അവസ്ഥ ഈ ഒരു നിലയിലേക്ക് മാറി. ലോകത്തിൽ ഇന്ന് അനേക രാജ്യങ്ങളിൽ പട്ടിണിയാണ്, ക്ഷാമമാണ്. പ്രത്യേകിച്ച് BBC പുറത്തുവിട്ട ന്യൂസ് അനുസരിച്ച് ഈ കാണപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം ഭയങ്കരമായ ക്ഷാമം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമയക്കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു നേരം ഭക്ഷണത്തിനായി ആളുകൾ ഇതുപോലെ ബാത്റൂമേന്തി ക്യൂ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾക്കായി നമ്മുടെ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ എല്ലാ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ആ കരം ചേർത്തടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചൊല്ലിയാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവം എത്ര നല്ലവൻ എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ ഇടയാകണോ? ഇങ്ങനെ ക്ഷാമങ്ങൾ വരുമെന്ന് യേശു പറഞ്ഞത് ഇപ്പോൾ ലോകം മുഴുവനും വർദ്ധിക്കുന്നു. ഹെയ്റ്റി എന്ന രാജ്യത്തിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾ പച്ച മണ്ണിനെ ഭക്ഷണമായി കഴിക്കുന്നു എന്ന് ഒരു ഡോക്യുമെന്ററി യൂട്യൂബിൽ കണ്ടു. ഞാൻ ഞെട്ടിപ്പോകാനിടയായി. ആഹാരമില്ലാത്തതിനാൽ നദിക്കരയിലുള്ള സ്തോത്രം മണ്ണെടുത്തേച്ച് അതിനെ ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്ത് അതിനെ സ്തോത്രം മൈദാമാവ് കലക്കും പോലെ കലക്കിയേച്ച് ദോശ ചുടും പോലെ സൂര്യന്റെ വെയിലിൽ ഇതിനെ ഒഴിച്ചു വച്ച ശേഷം അത് ദോശ സ്തോത്രം ഒഴിച്ചതുപോലെ ഒഴിച്ചു വച്ചേച്ച് അത് ഉണങ്ങിക്കഴിയുമ്പോ അതിനെ എടുത്ത് ഭക്ഷിക്കുകയാണ്. മണ്ണ് കഴിക്കുന്ന ആളുകൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ സ്തോത്രം മണ്ണ് കഴിക്കുന്നതായി ആ ഡോക്യുമെന്ററി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോകാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, കർത്താവ് പറഞ്ഞു അവസാന കാലത്ത് അന്ത്യകാലത്ത് ക്ഷാമങ്ങൾ ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും, ആഹാരമില്ലാത്ത കാലം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കാലം ഇപ്പോൾ ഇതാ ലോകത്തിൽ പല ഭാഗത്തിലും തുടങ്ങിയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5:10 പട്ടിണിയും ക്ഷാമവും നിമിത്തവും സ്തോത്രം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു എന്നാണ് സ്തോത്രം പറയപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, പട്ടിണി കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആളുകളുടെ ശരീരം അടുപ്പ് പോലെ കറുത്തിരിക്കുന്ന ക്ഷയിച്ചിരിക്കുന്ന ഈ കാഴ്ചകൾ ദേശത്തിൽ ഉണ്ടാകുന്ന സകലവിധമായ മ്ലേച്ഛതകളും പാവങ്ങളും നിമിത്തം ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ന്യായവിധി ക്ഷാമമായി വരുമ്പോൾ മറുഭാഗത്ത് ഇത് അന്ത്യകാലമെന്ന് സൂചിപ്പിക്കാൻ ദൈവം ക്ഷാമത്തെ അയക്കുന്നു. സ്തോത്രം. എത്യോപ്യ, സോമാലിയ, ഹെയ്റ്റി തുടങ്ങിയ രാജ്യങ്ങളിൽ മൃഗങ്ങൾ പോലും ക്ഷയിച്ച് ശരീരമെല്ലാം ക്ഷയിച്ച് വനാന്തരങ്ങളിലും മരുഭൂമികളിലും അവ ചത്തുകിടക്കുന്ന കാഴ്ചകൾ കണ്ടാൽ ഞെട്ടുന്ന കാഴ്ചയാണ്. ഇതാണ്
ആമേൻ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞത്. മനസ്സിലാകുന്നവർ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാമോ? മൂന്നാമതായി യേശു പറഞ്ഞ മറ്റൊരു പ്രവചനവും ആമേൻ സ്തോത്രം. മത്തായി സുവിശേഷം 24:6. എന്നാൽ അത് അവസാനമല്ല. യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അന്ത്യകാലത്ത് എൻ്റെ വരവിന് തൊട്ട് മുൻപ് യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ഇപ്പോൾ ആ വാർത്തകളല്ലേ കഴിഞ്ഞ 2-3 വർഷങ്ങളായി എപ്പോഴും കാതിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന വാർത്തയായിരുന്നു യുദ്ധം, അല്ലേ? ആമേൻ സ്തോത്രം. പണ്ടൊക്കെ നടന്ന പോലുള്ള യുദ്ധമല്ല. ആമേൻ സ്തോത്രം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങളുടെ ആരംഭമൊക്കെ ബൈബിളിലാണ്. ബൈബിളിൽ 51 യുദ്ധങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ യുദ്ധത്തിന് നേതൃത്വം വഹിച്ചത് അബ്രഹാമാണ്. സഹോദരപുത്രൻ ലോത്തിനെ ഷീനാറിലെ കുറെ ആളുകൾ വന്ന് ആ പട്ടണം ആക്രമിച്ച് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാം 318 തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സേവകരുമായി പോയി ആമേൻ സ്തോത്രം ലോത്തിനെ വീണ്ടെടുത്ത് കൊണ്ടുവന്നു. അവിടെ തുടങ്ങിയ ഒന്നാം യുദ്ധം ബൈബിൾ പറയുന്നു ഇനി ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പുസ്തകത്തിൽ അത് ചരിത്രം അനുസരിച്ച് അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന യുദ്ധങ്ങളിൽ നമ്മളെ എല്ലാവരും വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് 7 താഴ്വരയിൽ നടന്ന ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം, അല്ലേ? അതൊരു ആത്മീക യുദ്ധത്തിന്റെ നിഴലാണ്. വചനം പറയുന്നു ഗോലിയാത്ത് ഫെലിസ്തീയരുടെ പ്രതിനിധിയായി ഇസ്രായേലിന് വിരോധമായ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. ഈ സ്തോത്രം ഗോലിയാത്ത് അസാധാരണ വ്യക്തിയായിരുന്നു. പഠനങ്ങൾ അനുസരിച്ച് 12 അടി ഉയരം, നെഞ്ചു വീതി മാത്രം 4 അടി. സ്തോത്രം. അത്രയും തടിയനായ ഒരു മനുഷ്യനാണ്. തന്റെ വെയിറ്റിനെ കുറിച്ച് പാരമ്പര്യം, യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നത് 364 കിലോ. അത്രയും ദടിയനായൊരു മനുഷ്യൻ ഇസ്രായേലിന്റെ മുന്നേ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേലിയുടെ ഇടയിൽ ഈ വലിയ മനുഷ്യനോട് നേർക്കുനേർ പൊരുതാൻ കഴിവുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. ശൗൽ പലരെയും പരിശ്രമിച്ച് മുന്നിൽ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ആരും ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളവരായി കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്തോത്രം ചെയ്യാമോ? അങ്ങനെ ഇരിക്കുമ്പോൾ 4 അടി ഉയരവും 55 കിലോ വെയിറ്റുമുള്ള ഒരു സാധാരണ മനുഷ്യൻ, അവന്റെ പേരാണ് ദാവീദ്. അവൻ ഇത്രയും വലിയ 364 കിലോ വെയിറ്റുള്ള ആ ശക്തനായ മനുഷ്യന് നേരെ വരികയാണ്. ബൈബിൾ പറയുന്നു ദാവീദ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ ഈ ഗോലിയാത്തിന് നേരെ വന്നു. രാത്രി ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ആത്മീക യുദ്ധത്തിന്റെ സ്തോത്രം നിഴലാണ്. ഒരു സ്തോത്രം ചെയ്യാമോ? നമുക്കറിയാം ഇന്നും അനേക കുടുംബങ്ങൾക്ക് വിരോധമായി പിശാച് ഗോലിയാത്തിനെ പോലെ നിന്ന് വെല്ലുവിളിക്കാറുണ്ട്, അല്ലേ? നിന്നെ മുന്നോട്ട് വിടത്തില്ല, നീ ബന്ധിക്കോസി കാല് വെച്ചല്ലേ, യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞേച്ച് പല കുടുംബങ്ങൾക്ക് വിരോധമായി വെല്ലുവിളി നടത്തുന്ന ഗോലിയാത്തുകളുണ്ട്. മനുഷ്യരെ പോലും പിശാചി എണീപ്പിച്ച് നിർത്തിയേച്ച് നിന്റെ കുടുംബത്തെ തകർക്കൊന്ന് ഡേറ്റ് ഒക്കെ പറയുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞവരെ കാണാനില്ല, പക്ഷെ ദൈവമക്കളെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബൈബിൾ പറഞ്ഞു ഇസ്രായേലിന് വിരോധമായി മന്ത്രമോ ശുദ്രമോ ലക്ഷണമോ വിദ്യകളോ ഒന്നും ഫലിക്കത്തില്ല. അത് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നിനെ കണ്ട് പേടിക്കേണ്ടതില്ല. ഗോലിയാത്തുമാർ പ്രത്യക്ഷമായാൽ ദൈവ കുഞ്ഞെ നീ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഒരു ആൻറ്റി ഒരു ഫോൺ വിളിച്ചിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കാണണം, ചർച്ചിലെ ആൻറ്റിയാണ്. ഞാൻ ചോദിച്ചു എന്താ ആൻറ്റി? അത് ദേ എൻ്റെ വാതിൽക്കൽ ഒരു കോഴിമുട്ട കൊണ്ടുവച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആൻറ്റി വല്ല കോഴിയും ഇട്ടതാണ്, ചോദിച്ചാൽ മതി, അപ്പുറത്തോ ഇപ്പുറത്തോ. എല്ലായിടവും ചോദിച്ചു, പാസ്റ്ററെ ആരും കൊണ്ടുവച്ചിട്ടില്ല, ഉറപ്പാ എന്തോ ഒന്ന് ഇതിലുണ്ട്. ഏതിലുണ്ട്? ഈ മുട്ടയിലുണ്ട്. ഒരു സ്തോത്രം ചെയ്യാം. ഞാൻ ചോദിച്ച അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ചിട്ട് ആരും കൊണ്ടുവച്ചത് അല്ലെങ്കിൽ സ്തോത്രം. ആൻറ്റി ഒരു സ്തോത്രം പറഞ്ഞ് ആംപ്ലേറ്റ് അടിച്ച് കഴിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ആൻറ്റി പറഞ്ഞു എനിക്കതിനുള്ള ധൈര്യമില്ല. ഞാൻ പറഞ്ഞു വെച്ചോ, ഞാൻ വന്ന് മേടിച്ച് ഞാൻ ആംപ്ലേറ്റ് ഇട്ട് കഴിച്ചോളാം.
ഹല്ലേലൂയ. അന്നത്തോടെ ആൻറ്റിയുടെ ഭയം മാറി. പിശാച് വെറുതെ ആളുകളുടെ മനസ്സിൽ പലതിനെയും കുറിച്ചുള്ള ചിന്തകളെ കടത്തി വിട്ടേച്ച് പലരെയും ഭീതിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. വചനം പറയുന്നു, നിന്റെ സ്തോത്രം, നിന്നെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെയാ തൊടുന്നത്. അല്ലെങ്കിൽ നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കില്ല. അത് മനുഷ്യനല്ല പറഞ്ഞത്, മഹാദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കൾ അത് വിശ്വസിക്കണം. ഗോലിയാത്തിലെ കണ്ട് പിന്മാറേണ്ടവരല്ല, ഭയപ്പെടേണ്ടവരല്ല. ഇവിടെ നോക്കണേ, ദാവീദ് പേടിച്ചില്ല. കാരണം അവൻ്റെ ശിരസിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം അത്രയും വലിയതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് പിന്മാറിയപ്പോൾ ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ ദാവീദ് മുന്നിൽ ചെന്ന ഗോലിയാത്തിനോട് പൊരുതാൻ തുടങ്ങി. ഇസ്രായേൽ പടച്ചേവകരെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ, എന്ത് സംഭവിക്കുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ, ഫെലിസ്തീയ സേവകരും ഉന്നതരുമൊക്കെ കണ്ട് കളിയാക്കിയെങ്കിലും ദാവീദ് വീണ സ്ഥലത്ത് നിന്ന് എണീറ്റു. ബൈബിൾ പറഞ്ഞു, നിനക്ക് വിരോധമായി ശത്രു തീയമ്പുകൾ അയക്കുമെന്ന്. അതുപോലെ കുന്തമെടുത്ത് ദാവീദിനെ നേരെ എറിഞ്ഞെന്നാണ് പാരമ്പര്യം പറയുന്നത്. പക്ഷെങ്കിൽ അത് അവൻ്റെ ശരീരത്തെ തുളച്ചില്ല. അതോടെ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ദാവീദ് തോട്ടിൽ നിന്നും എടുത്ത് സ്തോത്രം, മിനുസമുള്ള കല്ലിനെ കവണയിൽ വെച്ച് വിശ്വാസത്തോടെ എറിഞ്ഞതോടെ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. You're the God of the impossible. I dare to believe incredible things. I'm ready to go. I'm ready. ബൈബിൾ പറഞ്ഞു, ദാവീദിനെ കൊണ്ട് ആ ഗോലിയാത്തിനെ ദൈവം പരാജയപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ആ ഗോലിയാത്തിനെ തകർക്കാൻ വേറൊരിടത്തു നിന്നൊരാൾ വരണ്ട. നീ മതി. കർത്താവിൻ്റെ കരത്തിൽ നീ അഭിഷേകത്തോടെ നിന്നാൽ നിനക്ക് മുന്നേ ഗോലിയാത്ത് മുട്ടുമടക്കും. ഒരു സ്തോത്രം ചെയ്യാം. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന് ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ലോകം മുഴുവനും യുദ്ധ ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികം സമയങ്ങളായി ഇസ്രായേലിൽ യുദ്ധം, യുക്രൈനിൽ 2 വർഷത്തിൽ കൂടുതലാകുന്നു. യുദ്ധ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അതാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ലോകം മുഴുവനും യുദ്ധശ്രുതികൾ, യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിളിച്ചു പറയുന്നത് യേശു ക്രിസ്തു വരാൻ സമയം അടുത്തു എന്നാണ്. അല്ലേ? ഏറ്റവും മോഡേൺ ടെക്നോളജിയാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കുക. 1919 നടന്ന 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവർ വളരെ കുറച്ചാളുകളാണ്. 2-ാം ലോകമഹായുദ്ധത്തിൽ 7 കോടി ആളുകൾ മരിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടായാൽ ലോകത്തിൽ മരിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് സ്തോത്രം, ചരിത്ര നിരീക്ഷകർ അന്തം വിട്ടാണ് പറയുന്നത്. ഒരു സ്തോത്രം പറയാം. എന്തെന്ന് പറഞ്ഞാൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഇപ്പോഴത്തെ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. ഒരേ സമയത്ത് 100 കണക്ക് മിസൈലുകൾ അയക്കുന്ന സ്തോത്ര സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. റഷ്യ യുക്രൈന് നേരെ ഒരേ സമയത്ത് തീ മഴ പൊഴിയുന്നത് പോലെ, തീ വാരി എറിയുന്നത് പോലെയാണ് അവർ മിസൈലുകൾ അയച്ചത്. നമ്മുടെ പട്ടണം സമാധാനത്തിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് അറിയുന്നില്ല. എന്തുമാത്രം ആളുകളാ ഈ യുദ്ധങ്ങളിലൂടെ മരിച്ചു വീണത്. ആ യുദ്ധത്തിന്റെ കാഠിന്യം എത്ര ഭയങ്കരമെന്ന് അറിയണേ. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ.
ഒരു വലിയ മൂന്നാം ലോകമഹായുദ്ധത്തിന് നേരെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഗാസയും ഇസ്രായേലും തമ്മിലുള്ള ഒരു വർഷത്തെ അടി നിമിത്തം ഗാസ എന്ന 64 കിലോമീറ്റർ നീളമുള്ള ഒരു കൊച്ചു പട്ടണം ആമേൻ ഇതുപോലെ കുപ്പക്കൂനയായി മാറി. സകല കെട്ടിടങ്ങളെയും ഏകദേശം 13,000 മിസൈലാണ് ഒരു വർഷം കൊണ്ട് ഇസ്രായേൽ ഈ ഗാസയിലേക്ക് വിക്ഷേപിച്ചത്. അങ്ങനെ പട്ടണത്തെ മുഴുവനും കരിച്ചു കളഞ്ഞു, താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമാക്കി മാറ്റി. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ടെക്നോളജികളെല്ലാം ഇപ്പോൾ നിലവിൽ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. മരിച്ച ആളുകളെ ബ്രീസറിനകത്ത് കുഞ്ഞുങ്ങളെ പോലും വച്ച ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ഒരു പ്രവചനം ആമേൻ, മത്തായി സുവിശേഷം 24:14. ആമേൻ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. വായിച്ചു കേൾക്കാം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ചും യേശുവിന്റെ വരവിനെ കുറിച്ചും കർത്താവ് പറഞ്ഞത്, അന്ത്യകാലത്ത് രാജ്യത്തിന്റെ സുവിശേഷം വളരെ വേഗതയിൽ പ്രസംഗിക്കപ്പെടും. മറ്റെല്ലാ കാലത്തെക്കാളും ഈ നൂറ്റാണ്ടിൽ സുവിശേഷം അതിശക്തമായി പ്രസംഗിക്കപ്പെടുകയാണ്. ലോകം മുഴുവനും ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ അനേക ആളുകൾ ജോലി പോലും വേണ്ടെന്ന് വെച്ചിട്ട് അനേകർ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. രാജീവ് പാസ്റ്റർ കൂടെയാണോന്ന് എനിക്കറിയില്ല. ഒരു ഹരിപ്പാടുകാരൻ റെജി എന്ന് പറയുന്ന റെജി എബ്രഹാം എന്ന് പറയുന്ന ഒരു സാറ് ISROയിൽ കമാൻഡോ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആളാ, വലിയ സാലറിയുള്ള ആളാ. പുള്ളി സുവിശേഷം നിമിത്തം വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലിയെ നിർത്തി. ഹല്ലേലൂയ. ഞാനും പറഞ്ഞു, ജോലി ചെയ്തുകൊണ്ട് ദൈവവേല ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. പുള്ളി പറഞ്ഞു, ഇത്രയും കൊല്ലം ഞാൻ ലോകത്തിൽ വേണ്ടി അധ്വാനിച്ചു, ആവശ്യത്തിനുള്ള പണമൊക്കെ ദൈവം എനിക്ക് തന്നു പാസേ, ഇനി കുറേ കാലം എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ പഠിച്ച മനുഷ്യൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒറീസയിൽ നിന്ന് വിളിക്കുന്നു, പാസ്റ്റർ ഞാനിപ്പോൾ ഒറീസയിലാണ്, ഞങ്ങളിവിടെ ഒരു മിഷൻ പ്രവർത്തനം തുടങ്ങി, ഇവിടെ ഒരു ബൈബിൾ കോളേജും തുടങ്ങിയിട്ടുണ്ട്, ഈ കോളേജിന് ഒരു അംഗീകാരം എനിക്ക് ക്രമീകരിച്ച് തരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ വലിയ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ജോലി എന്തായി? അത് അന്നേ നിർത്തിയെന്ന്. ഒരു സ്തോത്രം ചെയ്യാമോ? റിട്ടയർമെൻറ്റിന് ഇനി 4 വർഷം 5 വർഷമേ ഉള്ളൂ. എന്താ കാരണം? സുവിശേഷത്തെക്കുറിച്ചുള്ള എരിവ് അനേകരുടെ ഹൃദയത്തിൽ ഇത് ദൈവം ഇടുന്നതാണ്. ആരും പറഞ്ഞാൽ പഠിപ്പിച്ചാലൊന്നും ആരും ചെയ്യത്തില്ല. ഏകദേശം സ്തോത്രവും 2 ലക്ഷം രൂപയുടെ അധികം ശമ്പളം അദ്ദേഹം ഫൈനലായി വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. അത്രയും വലിയ മനുഷ്യൻ അത് വേണ്ടെന്ന് തോന്നാൻ കാരണം ഈ അന്ത്യകാലത്ത് സുവിശേഷത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ്. കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? കർത്താവിൻ്റെ നാമനിമിത്തം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ഈ ലോകത്തിലും വരാൻ പോകുന്ന ലോകത്തിലും നമുക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ ആരാധിച്ചതിനാൽ, ചർച്ചയിൽ വന്നതിനാൽ, ദൈവത്തിന് വേണ്ടി കൊടുത്തതിനാലൊക്കെ നഷ്ടം വന്നവർ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഈ രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് മത്തായി സുവിശേഷം 10:32 വാക്യത്തിൽ പറഞ്ഞത് ഈ രാത്രിയിൽ ആരും മറക്കല്ലേ. ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. യെസ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. വചനം പറയുന്നു, യേശു ക്രിസ്തു ദൈവമെന്നും ദൈവപുത്രനെന്നും മനുഷ്യരുടെ മുമ്പേ ഏറ്റുപറയുന്നവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് പിതാവിന്റെ മുൻപേ യേശുവും ഏറ്റുപറയും. സുവിശേഷം നിമിത്തം ലജ്ജിക്കപ്പെടരുത്. ഒരു വിശ്വാസി എന്ന് പറയാൻ, ഇന്ന ചർച്ചയിൽ പോകുന്നെന്ന് പറയാൻ നാണം തോന്നരുത്. നാം ജോലി ചെയ്യുന്ന ഓഫീസിലെ ജോലി സ്ഥലത്ത് പഠിക്കുന്ന കോളേജിൽ തൻ്റെ ഇടത്തോട് പറയണം, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ഒരു ഹല്ലേലൂയ പറയാമോ? പാസ്റ്റർ എം പൗലോസ് രാമേശ്വരം, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ആളാണ്.
പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ രാമേശ്വരത്തിലായിരുന്നു എൻ്റെ ട്രെയിനിങ് എടുത്തത്. ആമേൻ സ്തോത്ര. അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിൽ പഠിക്കാൻ കടന്നുപോയി. ആമേൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികൾക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. ആമേൻ സ്തോത്രം. എല്ലാവരും വന്ന് ചോദിച്ചു, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലേ? അവൾ പറഞ്ഞു, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആമേ എല്ലാവരും ചോദിച്ചു, എന്നാൽ പിന്നെ ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞതാ. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവായ എൻ്റെ ബോയ് ഫ്രണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഇന്ന് ശക്തമായ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പ്രിയ സഹോദരിയോ ഒരു ദൈവദാസനെ ഈ ദിവസങ്ങളിൽ കർത്താവ് യോജിപ്പിച്ചവരെ ഉപയോഗിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരേ, ഏത് സ്ഥലത്തും ധൈര്യത്തോടെ പറയാൻ കഴിയണം, യേശു ക്രിസ്തു ജീവിക്കുന്നെന്ന്, യേശു രക്ഷകനെന്ന് പറയണം. ഇവരുടെ മുമ്പ് പറഞ്ഞാലും പരിഹസിക്കുമെന്ന് ചിന്തിക്കണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ മടി കാണിക്കണ്ട. ആമേൻ സ്തോത്രം. നീ പറഞ്ഞാൽ മതി. നീ വിതയ്ക്കുകയാണ്, മുളപ്പിക്കുന്നത് ദൈവം. നിങ്ങൾക്കും എനിക്കും മുളപ്പിക്കാൻ കഴിയില്ല, വിതയ്ക്കാനേ കഴിയുള്ളൂ. കർത്താവ് അതേ പറഞ്ഞുള്ളൂ, നീ വിതയ്ക്കുക, നീ അറിയിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇവരോട് അറിയിച്ചിട്ടും കാര്യമില്ലെന്ന് പറയണ്ട. എപ്പോൾ ആരെ എങ്ങനെ ദൈവം തൊടുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു സ്തോത്രം ചെയ്യാമോ? ഒരു കാലത്ത് സുവിശേഷത്തിന് വിരോധമായിട്ട് എത്രയോ ആളുകൾ ഇന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചലിൽ ഞാൻ ഒരു മീറ്റിംഗ് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സഭയിലെ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ പുള്ളി കവലയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാനും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് ട്രാക്റ്റിനെ വലിച്ചു കീറി അദ്ദേഹത്തിനെ കാലുയർത്തി ചവിട്ടി. ഉപദ്രവിച്ചിട്ട് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ബൈക്ക് മറ്റൊരു വാഹനത്തിൽ മുട്ടി എൻ്റെ ആ കാല് തന്നെ ഒടിഞ്ഞു. ഞാൻ നിന്ന പാർട്ടിക്കാരെല്ലാവരും എന്നെ കൈവിട്ടു. 3 മാസം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഏകദേശം 10-ലധികം പ്രാവശ്യം എന്നെ തിരക്കി ഈ ചവിട്ടുകൊണ്ട പാസ്റ്റർ പുറകെ വന്നു. ഹല്ലേലൂയ. അതോടെയാണ് യേശുവിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ ഒരു വിശ്വാസിയായി മാറി. ഇന്ന് അദ്ദേഹം പാസ്റ്ററായി മാറി. ഹല്ലേലൂയ. ചർച്ച് ഓഫ് ഗാഡിലെ പാസ്റ്റർ സാബു അഞ്ചൽ. ഹല്ലേലൂയ. എന്താ കാരണം? സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. ഇത് ആരെ പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിതയ്ക്കണം, പറയണം. ഇത് മറച്ചു വയ്ക്കരുത്. സ്തോത്രം. അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറഞ്ഞോണോ? ഫോണിലൂടെയാണോ പറഞ്ഞോണോ? യാത്ര ചെയ്യുമ്പോഴാണോ പറഞ്ഞോണോ? എപ്പോൾ ഗ്യാപ് ടൈം കിട്ടുന്നോ 2 വാക്ക് ഒരാളിനെ കണ്ടാൽ യേശു നല്ലവനെന്നോ സ്നേഹിക്കുന്നെന്നോ ഞാൻ ആ യേശുവിനെ സേവിക്കുന്നെന്നോ പറയാതെ ആ മനുഷ്യനെ വിടരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേ? കൈപ്രതി ട്രാക്ടൊക്കെ കൊടുക്കുന്നവരെ പലരും അവഗണിക്കാറുണ്ട്. എനിക്കതിൽ ഭയങ്കര വിശ്വാസമാണ്. രാമേശ്വരത്ത് ഞങ്ങൾ ധാരാളം ട്രാക്ട് മിനിസ്ട്രിയാണ് ആദ്യം ചെയ്തത്. പൗലോസ് വാസ്തു ഒരു അനുഭവം പറഞ്ഞു. സ്തോത്രം. മഹാരാഷ്ട്രയിൽ നിന്നും മനസമാധാനമില്ലാത്തൊരു മനുഷ്യൻ പല പുണ്യ സ്ഥലങ്ങളും കറങ്ങി അവസാനം രാമേശ്വരത്തിലേക്ക് വന്നു. അവിടെയും വലിയൊരു പുണ്യ കേന്ദ്രമൊക്കെ ഉണ്ട്. മനസമാധാനം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഓരോ സ്ഥലത്തും അലയുന്നത്. നിഷ്കളങ്കനായൊരു മനുഷ്യനാണ്. രാമേശ്വരം എല്ലാ ദിവസവും അതിരാവിലെ ഏകദേശം 40-ൽ കൂടുതൽ ബസ്സുകളിൽ ആ ബസ്സിൻ്റെതായ നമ്പർ പ്ലേറ്റ് ഏത് സ്റ്റേറ്റിലുള്ളതെന്ന് നോക്കി അന്ന് ആ ഭാഷയിൽ ആ വണ്ടിക്കകത്ത് എല്ലാ സീറ്റുകളും ട്രാക്റ്റിടുന്ന ഒരു സംവിധാനം പൗലോസ് പാസ്റ്ററുടെ കീഴിൽ ഞങ്ങൾ ചെയ്തു വന്നു. എല്ലാ ദിവസവും കൃത്യമായി ചെയ്യും. ഈ മനുഷ്യൻ അവിടുത്തെ കടലിൽ മുങ്ങി പല കർമ്മങ്ങളും പരിപാടിയൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഭക്തിയുള്ളൊരു മനുഷ്യനാണ്. പുള്ളിയുടെ അവസാനത്തെ തീരുമാനം ഇതാണ്. സ്തോത്രം. ഇന്ന സ്ഥലങ്ങളിൽ പോയി ഞാൻ സമാധാനം കണ്ടെത്തും, ഇല്ലെങ്കിൽ തിരിച്ച് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇത് ചിന്തിച്ചിട്ടാണ് യാത്രയായത്. അവസാനം രാമേശ്വരം വരെ എത്തിയച്ചും പുള്ളിക്ക് ഒന്നും കിട്ടിയില്ല. അവസാനത്തെ ആ ബസ്സിലേക്ക് കയറി തിരിച്ച് പാമ്പൻ പാലത്ത് വന്നിറങ്ങി. അവിടുത്തെ പാലമൊക്കെ കണ്ടേച്ച് തിരിച്ചു കയറുമ്പോൾ വീണ്ടും ഇരുന്ന സ്ഥലത്തൊരു പേപ്പർ കിടക്കുന്നേ കണ്ടു. അത് കയ്യിലെടുത്ത് നോക്കി. സ്തോത്രം. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, പീസ് ബി ടു യു, നിനക്ക് സമാധാനം. ഒരു സ്തോത്രം ചെയ്യാം. പുള്ളി ഗൗരവമായിട്ട് വിചാരിച്ചില്ല. ബാഗിൻ്റെ സൈഡിലേക്ക് ഇട്ടേച്ച് കയറിയിരുന്നു. നാട്ടിലേക്ക് വന്നു. ചില ദിവസങ്ങളായി തൻ്റെ നിരാശ വർദ്ധിക്കാൻ തുടങ്ങി, ഡിപ്രഷൻ പെരുകാൻ തുടങ്ങി. അവസാനം മരിക്കാൻ ഒരു ദിവസം തീരുമാനിച്ച് മരണത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഒറ്റപ്പെട്ട അന്ന് ആ റൂമിനകത്ത് മരിക്കാൻ തയ്യാറായി. സ്തോത്രം. വിഷം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ആരോ ഹൃദയത്തിൽ പറയുന്നു, നീ സമാധാനം അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും പോയി അവസാനം
അവസാനം നീ രാമേശ്വരത്തിൽ വെച്ച് നിനക്ക് സമാധാനം എന്ന് ഒരു നോട്ടീസ് നിന്റെ കയ്യിൽ കിട്ടി, അത് നീ ഇതുവരെയും വായിച്ചില്ലല്ലോ എന്ന് അകത്തൊരു ശബ്ദം. ഓടിച്ചെന്ന് ബാഗ് തപ്പി നോക്കി ആ നോട്ടീസ് എടുത്തു. ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള നോട്ടീസാണ്. തുടക്കം മുതൽ വായിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ സദുപദേശങ്ങൾ അടങ്ങിയ അത് വായിച്ചു 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 വായിച്ച് താഴോട്ട് വരുമ്പോൾ ഒരു ആമേൻ സ്തോത്രം സ്തോത്രം ഒരു ലോറിയിൽ നിന്നും, കട്ടൻസ് ലോറിയിൽ നിന്നും ലോഡ് ഇറക്കുന്നത് പോലെ അദ്ദേഹത്തിന് എന്തോ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു പ്രാർത്ഥന എഴുതിയിരുന്നു. അദ്ദേഹം അറിയപ്പെടാത്ത ദൈവത്തെ നോക്കി കണ്ണടച്ച് ആമേൻ സ്തോത്ര ആ പ്രാർത്ഥനകൾ ഇടയ്ക്ക് തുറന്ന് അത് ആമേ വായിച്ചു വായിച്ച് പറയാൻ തുടങ്ങി. ആ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം ഹൃദയത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. പിന്നെ ആ ട്രാക്റ്റിൻ്റെ ഏറ്റവും താഴെ നോക്കിയപ്പോൾ പാസ്റ്റർ എം പൗലോസ് അവരുടെ ആമേൻ മൊബൈൽ ഫോൺ നമ്പർ അതിൽ സീലിടിച്ചിരുന്നു. ആ ഫോൺ എടുത്തു വെച്ച് പാസ്റ്ററെ വിളിച്ചു. ചുരുക്കി പറയട്ടെ, ആ മനുഷ്യൻ സ്നാനപ്പെടാനിടയായി. ഹല്ലേലൂയ. എന്താ കാര്യം? ഇത് വിതയ്ക്കണം. ഇത് വിതച്ചാലേ, ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ. ആമേ, അന്ത്യകാലത്ത് സുവിശേഷം അറിയിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇംഗ്ലണ്ടിലെ സുഖവാസം വിട്ട് ഈ സുവിശേഷം അറിയിക്കാൻ ഇന്ത്യയിലേക്ക് വന്ന ഭക്തനായ ദൈവമനുഷ്യനാണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന വില്യം കേറി. ആമേ, ഭാര്യ 9 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ പോയേച്ചു വരാമെന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ഇല്ല ഞാനും വരുന്നെന്ന്. അങ്ങനെ ഒരുമിച്ച് ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിച്ച് ഒരുപാട് ത്യാഗം സഹിച്ച് ഒടുവിൽ കുഞ്ഞ് നഷ്ടപ്പെടുന്നു, ഭാര്യ നഷ്ടപ്പെടുന്നു. ആമേ, രാത്രി മുഴുവൻ രാത്രികളെ പകലാക്കി ആമേ നേപ്പാളി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആമേ സ്തോത്ര ബൈബിൾ ആമേ പ്രിന്റിംഗ് പ്രസ്സിൽ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പ്രിന്റിംഗ് പ്രസ് കത്തിപ്പോകുന്നു. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ കൊടും കാറ്റ് പോലെ ആഞ്ഞടിച്ചിട്ടും വില്യം കേറി പറഞ്ഞു, എൻ്റെ അവസാന ശ്വാസവും സുവിശേഷത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും. ഒരു ഹല്ലേലൂയ പറയാമോ? ആ ഭക്തനെ കൊണ്ടാണ് സെരാംപൂർ എന്ന കോളേജിനെ സ്ഥാപിച്ചത്. ഇന്നത്തെ ക്രൈസ്തവ നേതാക്കന്മാർ പലരും അവിടെ പഠിച്ചിറങ്ങിയവരാണ്. ആമേ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച എന്ന് പറഞ്ഞ അവരുടെ ഡയറക്റ്റ് അംഗീകാരമുള്ള ആമേ ഒരു ക്രിസ്ത്യൻ കോളേജ് ഉണ്ടെങ്കിൽ അത് സെരാംപൂർ കോളേജാണ്. ക്രൈസ്തവരുടെ ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനെ ആമേ ഉണ്ടാക്കാൻ ദൈവം ഉപയോഗിച്ചത് ഈ വില്യം കേറിയെയാണ്. സ്വന്തം കൈകൊണ്ട് 800 പേർക്കേ സ്നാനം കൊടുത്തുള്ളൂ. പക്ഷേ 26 ഭാഷകളിൽ ആമേ ബൈബിളിനെ ഭാഗികമായും ഏകദേശം 5 ഭാഷകളിൽ ബൈബിളിനെ പൂർണ്ണമായിട്ടും വിവർത്തനം ചെയ്യാൻ ആ ഭക്തനെ ദൈവം ഉപയോഗിക്കാൻ കാരണം ഇംഗ്ലണ്ടിൻ്റെ സുഖത്തെക്കാളും മോശയോട് പറഞ്ഞ പോലെ, ഹല്ലേലൂയ, മോശ പറഞ്ഞ പോലെ ആമേ രാജകൊട്ടാരത്തിലെ സുഖത്തെക്കാളും ആമേ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് വലുതെന്ന് കണ്ടു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞില്ലെങ്കിൽ ആമേൻ സ്തോത്രം, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒരു പുതിയ ചുവട് നമുക്ക് വയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ പോയി പറയാൻ പറ്റത്തില്ലായിരിക്കും. പറയുന്നവർക്ക് വേണ്ടി മുട്ടുമടക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയോ? പറയുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ കഴിയോ? പറയുന്നവരെ നമുക്ക് സഹായിക്കാൻ കഴിയോ? തെക്കൻ മേഖലയെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഉപയോഗിച്ച ശക്തനായ അഭിഷക്തനാണ് ഈ ഫോട്ടോയിൽ കാണുന്ന സായിപ്പ്. സീഗൻ ബാൽഗി എന്നാണ് പേര്. ആമേ സ്തോത്ര. അദ്ദേഹം മിഷനറിയായി ആമേ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹം സുവിശേഷം ശക്തമായി അറിയിച്ചു. 2 വർഷം കൊണ്ട് തമിഴ് ഭാഷ നന്നായി പഠിച്ച് ആമേ ആദ്യമായിട്ട് തമിഴിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ബൈബിൾ എന്ന് പറയുന്നത് ആമേ സ്തോത്ര തമിഴ് ബൈബിളാണ്. ആമേ ഡയറക്റ്റ് ഗ്രീക്ക് ഭാഷ ആമേ സ്തോത്ര എബ്രായ ഭാഷയിൽ നിന്നും ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. കാരണം അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു അത്രേ. ആ മനുഷ്യൻ തെക്കൻ തിരുവിതാംകൂറിൽ വന്ന് ഭൂത പ്രേത പൈശാചിക ശക്തികളുടെ നടുവിൽ ശക്തമായി പൊരുതി ആമേ ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആമേ സ്തോത്ര ഭാഗികമായിട്ട് ആദ്യം ആമേ ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം കൊടുത്തു. അവർ വാങ്ങി ആമേ സ്തോത്രം വായിച്ച് ഓരോരുത്തരായിട്ട് കർത്താവിങ്കലേക്ക് തിരിയാൻ തുടങ്ങി. ഇതായിരുന്നു അന്ന് അദ്ദേഹം ആദ്യം പ്രിന്റ് ചെയ്തത്.
അങ്ങനെ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളുടെ പല ഭാഗങ്ങളും വായിച്ച ആളുകൾ യേശുവിങ്കിലേക്ക് വരാൻ തുടങ്ങിയതോടെ ആ ഭക്തനെ ആമേൻ സ്തോത്രം നശിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടു. അദ്ദേഹം ആമേൻ താമസിച്ചിരുന്നതായ ആശ്രമത്തിലേക്ക് ഒരു രാത്രിയിൽ ശത്രുക്കൾ വലിയ വടിവാളുകളുമായി വന്ന് ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സഹോദരനെ കർത്താവ് കൃത്യസമയത്ത് അയച്ച് അദ്ദേഹത്തെ അവിടുന്ന് രക്ഷിക്കുവാനിടയായി. അവർ പുറത്ത് ചെന്നതിന് മുന്നേ ശത്രുക്കൾ അവിടേക്ക് എത്തി. കയ്യിൽ വലിയ വടിവാളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് രാത്രി വനത്തിലൂടെ ദൈവദാസനെ ഓടിച്ചു. ഓടി ജീവനെ പണയം വെച്ചുള്ള ഓട്ടോ. അവസാനം ഓടി ക്ഷീണിച്ച് കയ്യിൽ കിട്ടിപ്പോയെന്നോർത്തേച്ച് കയ്യിലിരുന്ന വാള് വീശി അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. എന്നാൽ സർവശക്തനായ ദൈവം ആ ദൈവ മനുഷ്യനെ എത്ര അതിശയമായി രക്ഷിച്ചെന്ന് നോക്കണേ. ദൈവം ആ മനുഷ്യ അവിടെ നിന്ന് രക്ഷിക്കുവാനിടയായി. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാം, സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്താൽ നിങ്ങളെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. മാറാത്ത രോഗങ്ങൾ മാറാൻ ഈ സുവിശേഷം പറയാൻ തീരുമാനമെടുത്താൽ മതി. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, യേശു ജീവിക്കുന്നെന്ന് ഫ്രണ്ട്സിനോട് പറ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. സമയം പോരാ. വടക്കേന്ത്യയിൽ സുവിശേഷം അറിയിച്ച ഭക്തനായ ദൈവമനുഷ്യനാണ് ഈ കാണുന്ന സാധു സുന്ദർ സിംഗ്. ഒരു കാലത്ത് പഠിക്കുന്ന കാലത്ത് കോളേജിൽ പബ്ലിക്കായി 100 കണക്ക് ബൈബിളുകളെ വലിച്ചീറി കത്തിച്ച മനുഷ്യനാണ്. ബൈബിൾ ആമേൻ ദൈവത്തിൻ്റെ വചനമല്ലെന്നു, ഇത് കെട്ടുകഥയാണെന്നു, ഇത് ആളുകളെ പറ്റിക്കാനുള്ള പുസ്തകമെന്ന് പറഞ്ഞ് പലരും വിലക്കിയിട്ട് പോലും ഫ്രണ്ട്സ് പറഞ്ഞത് കേൾക്കാതെ ധാരാളം ബൈബിളുകളെ നിലത്തിട്ട് കത്തിച്ച് അതിൻ്റെ മുന്നേ ആമേൻ ചാടിയും ബഹളം ഉണ്ടാക്കിയും സന്തോഷിച്ച് സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കർത്താവ് തൊട്ടു. മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ഒരു ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൽ ഒരു വെളിച്ചം പ്രകാശിക്കുന്നു. യേശു പറയുന്നു, ഞാൻ യേശുവാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അന്ന് സറണ്ടറായി. പിന്നെ ടിബറ്റ് തുടങ്ങി, കാശ്മീർ തുടങ്ങി, വടക്കേ ഇന്ത്യയിൽ ഈ ഭക്തൻ്റെ കാല് ചവിട്ടാത്ത സ്ഥലങ്ങളില്ല. എവിടെയെല്ലാം ചവിട്ടിയോ അവിടെയെല്ലാം സഭകളുണ്ടായി. ഒരു സ്തോത്രം ചെയ്യാമോ? അതാണ് ഈ സാധു സുന്ദർ സിംഗ്. രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കപ്പെടണം. കേരളക്കരയിൽ സുവിശേഷത്തിൻ്റെ തീ പടർത്തിയ മറ്റൊരു അഭിഷക്തനാണ് ഈ ഫോട്ടോയിൽ കാണുന്ന അപ്പച്ചൻ, സാധു കൊച്ചുകുഞ്ഞുപദേശി. 275 ക്രിസ്തീയ ഗാനങ്ങൾ ജീവിത അനുഭവത്തിൽ നിന്ന് പാടിയ ഭക്തൻ. ഇതുപോലൊരു വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ ശാമുവേൽ മരിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ട ഉടനെ പ്രസംഗം നടത്താതെ ആ സുവിശേഷ യോഗത്തിൽ വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ചു. ആൾട്ടർ കോൾ കൊടുത്തപ്പോൾ 200 പേർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി. ആരോടും പറയാതെ മൗനമായി നടന്ന് വീട്ടിലേക്ക് പോയി. ശവപ്പെട്ടി മേടിക്കാൻ കാശില്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഗവൺമെൻറ് പുറംപോക്ക് ഭൂമിയിൽ തൂമ്പ കൊണ്ട് സ്വന്തമായി കുഴിയെടുത്തേച്ച് ആ കുഞ്ഞിനെ എടുത്ത് പനയോല പായിൽ കിടത്തി 3 മടക്കി ആ കൊച്ചിനെ കയ്യിൽ ശവടക്കം ചെയ്യാൻ എടുക്കുമ്പോൾ കർത്താവ് കൊടുത്ത ഗാനമാണ്, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാതൻ ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. ഈ വരികൾ അദ്ദേഹം പാടിക്കൊണ്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോട് ഞാൻ അത് വാങ്ങുമെന്ന് ചൊല്ലി ആ കുഴിയിൽ ആ കുഞ്ഞിനെ കൊണ്ടുവച്ചിട്ട് ആത്മീക കണ്ണുകൾ തുറന്ന് ആമേൻ പട്ടിണിയും രോഗവും കഷ്ടവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന മകൾ ഇപ്പൊ മരണമില്ലാത്ത രാജ്യത്തിൽ പട്ടിണിയില്ലാത്ത സ്ഥലത്ത് യേശു കർത്താവിന്റെ പാദത്തിലിരിക്കുന്ന ആ വിശ്വാസ കണ്ണുകളിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പാടി സ്വന്തമായിട്ട് അതിനെ അടക്കം ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കണ്ണുനീരും ത്യാഗവുമാണ് ഈ സുവിശേഷ വെളിച്ചം നമ്മുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും എത്തിയത്. സന്തോഷമുണ്ടോ? സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ട് ഇത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയ ഈ യേശുവിനെ അറിയാൻ കിട്ടിയുള്ളൊരു ഭാഗ്യം അല്ലേ. ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എൻ്റെ അനുഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടോ. റെയിൽവേ ട്രാക്കിലൂടെ ഒരു കാലത്ത് മരിക്കാൻ നടന്നൊരു സമയം ഉണ്ടായിരുന്നു. സ്തോത്ര ആ അവസ്ഥയിൽ നിന്നു ഈ ഭാഗ്യം, ഈ സുവിശേഷം ചുമക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. സമയം അവസാനിക്കുകയാണ്. ഒരേ ഒരു കാര്യം പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവാണ് ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന
ഏറ്റവും വലിയ സംഭവം എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രാപിച്ച് ഭക്തന്മാരുടെ മുഖം പുഞ്ചിരിക്കുന്ന ദിവസമാണെന്ന് അവർ ആനന്ദം കൊണ്ടെന്ന് ദൈവത്തെ സ്തുതിക്കൂ. വചനം പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ആളുകൾ ഈ കാണുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് രൂപാന്തരപ്പെട്ട് ആകാശ മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് മധ്യാകാശത്തിലേക്ക് പറന്നുയരും. ആ കൂട്ടത്തിൽ നമ്മളിൽ എത്ര പേർ കാണൂ? ഞാനും കൂട്ടത്തിൽ കാണുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയൂ? അവർ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യേശു വരാൻ സമയമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞാടേ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അന്ന് കാഹളം ധ്വനിക്കും. ആമേൻ, സ്തോത്രം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഈ കാഹളം എന്തിനാ? ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ കാഹളം മരിച്ചവർ ഉയർപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ആമേൻ, സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:16 വ്യക്തമായി ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ആമേൻ കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തു വരുമ്പോ എല്ലാ ക്രിസ്ത്യാനികളൊന്നും പോകില്ല. യേശുവിൽ വിശ്വസിച്ച യേശുവിനെ കർത്താവായി ഏറ്റുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പിതാപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ വെള്ളത്തിൽ മുഴുകൽ സ്നാനമേറ്റ ഭക്തന്മാർ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുള്ളൂ. സങ്കീർത്തനം 50:5 യാഗം കഴിച്ച് എന്നോടും നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവനെന്ന് പറയുമ്പോ ലോകം മുഴുവനും കല്ലറകൾ തുറന്നേച്ച് വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് മുന്നേ കർത്തർ സന്നിധിയിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്നോ പ്രാക്കൽ പറക്കുന്നത് പോലെ പറക്കും. ആമേൻ, സ്തോത്രം. ഇതുപോലെ പറന്നുയരും. പ്രാക്കളെ പോലെ പറന്നുയരുന്ന ഒരു ദിവസമാണെന്ന്. ഈ ലോകത്തിന്റെ എല്ലാ വേദനകളും മറന്ന്, എല്ലാ ദുഃഖങ്ങളും മറന്ന്, എല്ലാ കണ്ണുനീരും മറന്ന് നിത്യമായ സ്വർഗരാജ്യത്തിൽ ചെല്ലുന്ന സന്തോഷത്തിന്റെ ഒരു ദിനമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ യേശു അപ്പച്ചന് സ്തോത്രം പറയട്ടെ. ആമേൻ, സ്തോത്രം. അന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വലിയ സംഭവങ്ങൾ ഉണ്ടാകും. യേശുവിൽ വിശ്വസിക്കാത്തവർ കൈവിടപ്പെടുന്ന ഒരു ദിവസം കൂടെയാണ്. കൈവിടപ്പെട്ടവർ ഇതുപോലെ പൊട്ടിക്കരയും. സ്നാനപ്പെടാത്തവരും സ്നാനപ്പെട്ടിട്ട് വിശുദ്ധി കാക്കാത്തവരും കൈവിടപ്പെടും. കുഞ്ഞുങ്ങൾ അമ്മയപ്പന്മാരെ ഇതുപോലെ അന്വേഷിച്ച് നടക്കും, കണ്ടെത്തുകയില്ല താനും. കാരണം അവസരം കിട്ടിയേച്ച് അവരും കർത്താവിനെ സ്നേഹിക്കാത്തവരായിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് ആമേൻ, സ്തോത്രം, വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. കൈവിടപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആ ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് ഓർക്കണേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല ആളുകളും ജീവിതത്തിൽ ഇത്രയും വലിയ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് അവർ ദുഃഖിക്കുന്ന ദിവസമായിരിക്കും. എല്ലാ TV ചാനലുകളിലും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. യേശുവിന്റെ വരവ് സംഭവിച്ചു. അനേക ആൾക്കാരെ കാണാനില്ലെന്ന് TV ചാനലുകളിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. അനേക സംഭവങ്ങളൊന്നുണ്ടാകും. വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി എടുക്കപ്പെടുമ്പോൾ കാറ് ഇതുപോലെ ഇടിച്ച് തകരും. പൈലറ്റ് രക്ഷിക്കപ്പെട്ടയാൾ എടുക്കപ്പെടുമ്പോൾ വിമാനം നിലത്ത് വീണ് കത്തും. പല ആൾക്കാരെ കാണാനില്ലെന്ന് ഫോട്ടോ സഹിതം കാണിച്ച് TV ചാനലുകളിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. അന്നതാകണ്ടോ ഇതുപോലെ പെട്ടെന്ന് ആളുകൾ കാണാതെയാവും. ബൈബിൾ പറഞ്ഞു, കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവർ കാണാതെയാവും. കണ്ണടച്ചു തുറക്കാൻ, കണ്ണിമയ്ക്കാൻ എത്ര നേരമോ വേണ്ടത്? കമ്പ്യൂട്ടേഷൻ ചെയ്തപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 1 സെക്കൻഡിന് 8ആയി മുറിച്ചാൽ അതിൽ 1 ഭാഗം സമയമാണ് കണ്ണടച്ചു തുറക്കാൻ വേണ്ടതെന്ന്. അത്രയും സമയം കൊണ്ട് പെട്ടെന്നായിരിക്കും ഇതുപോലെ വേഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നത്. എത്ര വേഗത്തിലെന്ന് നോക്കണേ. കണ്ണടച്ചു തുറക്കുന്നതിനകം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ കാണാതെയാകും എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഒരു പക്ഷേ യേശു ക്രിസ്തു വരുന്ന നാളിൽ നാം ചർച്ചിനകത്തിരുന്നാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ആരോ പറഞ്ഞു, ചർച്ചിനകത്തിരിക്കണേ കർത്താവ്, അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ, ഒരു സ്തോത്രം ചെയ്യാം. നടക്കില്ല. ചർച്ചിനകത്തിരുന്നാലും എടുക്കപ്പെടണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു വരുമ്പോ സഭയ്ക്കകത്തിരുന്നാലും
ഒരുക്കമില്ലാത്തവർ കൈവിടപ്പെടാനിടയാകും. ഹല്ലേലൂയ. വിശ്വാസിയാ, പക്ഷേ ജീവിതത്തിൽ ഒരുക്കമില്ല. ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നു, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ളവർ കൈവിടപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ പ്രത്യാശയുള്ള ഭക്തന്മാരോ ആകാശമേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറന്നുയരും. പാവമില്ലാത്ത ശിശുക്കളും അന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടാനിടയാകും. പാവമില്ലാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെ എടുക്കപ്പെടുമെന്ന് നോക്കണേ. ആമേൻ. നിഷ്കളങ്കമായ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ പവിത്രമായതുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു വരുന്നുവെന്നിരിക്കട്ടെ, ആ കുഞ്ഞ് വേഗത്തിൽ കാണാതെയാകുന്ന പാർക്കിനകത്ത് ഒരു ശിശുക്കളുമില്ല. പെട്ടെന്ന് ആ മനുഷ്യൻ അന്വേഷിക്കുകയാണ്. തൻ്റെ സ്നേഹിതൻ ഒരു വിശ്വാസിയായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാം, അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് അദ്ദേഹത്തെയും കാണുവാനില്ല. ഇതുപോലെ വിശുദ്ധന്മാർ ലോകം എമ്പാടുമെന്ന് കാണാതെയാകും എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവായ യേശു വന്നാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തോട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വരവിനാൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് എത്ര പേർ പറയൂ? എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കാമോ? ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് നിർത്താൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ സത്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. വരുവാനുള്ളവൻ വരും, സമയം താമസിക്കുകയും ഇല്ല. വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ചരിത്രത്തിലൂടെ നാം കാണുന്നു, കേൾക്കുന്നു. ഇന്ന് രാത്രി ഈ സത്യവചനങ്ങൾ കേട്ട് മുഴുവൻ ആളുകളും നമ്മെ സമർപ്പിച്ച് ഇങ്ങനെ പറയാ, കർത്താവേ, എന്നെ അവിടുത്തെ വരവിനായി ഒരുക്കണമേ. ഇനിയും ഒരു ശുദ്ധീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ടെങ്കിൽ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ജീവിത വിശുദ്ധിയിൽ എന്തെങ്കിലും ആമേൻ ദൈവസനയിൽ ഇനിയും ക്ലിയർ ആകാനുണ്ടെങ്കിൽ, രഹസ്യ പരസ്യ ജീവിതത്തിൽ ദൈവസനയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമില്ലാത്ത ഏതേലും ജീവിത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് ഏറ്റുപറഞ്ഞ് എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആ കണ്ണുകളെല്ലാം അടച്ച് ഹൃദയത്തിൻ്റെ ആഴത്തുനിന്ന്, കർത്താവേ, അവിടുന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, അവിടുന്ന് എന്നെ കഴുകണമേ, അവിടുന്ന് എന്നെ ആമേൻ പരിശുദ്ധപ്പെടുത്തണമേ, അവിടുന്ന് എന്നെ അങ്ങയുടെ വരവിനായി ഒരുക്കണമേ. ഇതുവരെയും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരവസരം ദൈവം തന്നിരിക്കുക. കിട്ടിയ അവസരങ്ങൾ പാഴാക്കുന്നവരായിട്ടല്ല. എനിക്കും സ്നാനപ്പെടണോ, എനിക്കും ആ സ്വർഗരാജ്യത്തിൽ പോകണം തീരുമാനം എടുക്കുക. സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളോ, കർത്താവേ, എല്ലാ അശുദ്ധങ്ങളെ എന്നെ വിട്ട് മാറ്റണോ. ആമേൻ. നിത്യ ആമേൻ ആമേൻ പ്രഭയോടെ അങ്ങ് മധ്യാകാശത്തിൽ വരുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ കാണേണ്ടതിന് കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത രാജ്യത്തെ നോക്കി യാത്ര ചെയ്യാൻ ഇന്ന് രാത്രി എന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറയുന്നവരല്ല, ആ കണ്ണുകളെ അടച്ചുകൊണ്ട് രണ്ട് കരവും ദൈവം മുൻപാകെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നൊന്ന് പറയാമോ, കർത്താവേ, എന്നെ ഒരുക്കണപ്പച്ച, അവിടുത്തെ വരവനായി എന്നെ ഒരുക്കണമേ, എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ വരവിനായി എന്നെ സമർപ്പിക്കുക. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിലും ഈ സത്യവചനങ്ങൾ കേട്ട് ദൈവസഭ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയോ, അങ്ങയുടെ കാഹളം കേൾക്കാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് തിരുവഴുത്തുകളിലൂടെ ഞങ്ങൾ അറിയുന്നു. കർത്താവേ, വരവിനായി ദിവസങ്ങൾ ഒരുങ്ങുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ഉണർവ് എല്ലാ ഹൃദയങ്ങളിലും നൽകി നിത്യതയെക്കുറിച്ചുള്ള ഒരു ചിന്തയോടെ വരവിനെ പ്രതീക്ഷിച്ച് എപ്പോഴും കർത്താവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ജീവിക്കുവാൻ എല്ലാ ജനത്തിനും കൃപ നൽകി സഭയുടെ കർത്താവെ മണ്ഡലത്തിലെ വലിയ ഒരു ഉണർവിനെ കർത്താവ് അയക്കണമേ. അങ്ങയുടെ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ ദൈവസഭയെ ഒരുക്കാൻ പോകുന്നതിനാൽ ഈ രാത്രിയിലും ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ വരവിന്റെ പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം രണ്ട് കരവ് ചേർത്തടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് തുടങ്ങാം. യേശുവിന്റെ പുനരാഗമന ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ഓരോ മൺകൂടാരങ്ങളും നിറയപ്പെടട്ടെ, ഓരോ ശരീരങ്ങളും നിറയപ്പെടട്ടെ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഈ ആമേൻ രാത്രികാലം ഈ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സെഷനിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ആ ബഹുമാന്യ അഭിഷക്തൻ ഡോക്ടർ ആമേൻ ബോവസ് അവറുകൾക്കായി സ്തോത്രം. കൂടെ വന്ന പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെയും കർത്താവ് ശക്തമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം അയച്ച് ദൈവം ഉപയോഗിക്കുമാറാകണമേ.
കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ആ പ്രമാണങ്ങൾ ഞങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ വരവിനായി ഞങ്ങളെ ഒരുക്കി കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കട്ടെ. കർത്താവെ, എല്ലാവിധ അഴുക്കുകളും എല്ലാവിധ ഹല്ലേലൂയ അനീതികളും നീക്കി വിശുദ്ധിയോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ. വന്നു ചേർന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. നാളത്തെ ആരാധനയും അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ബഹുമാനി എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് മടക്കയാത്ര ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കും. ആമേൻ. എല്ലാവിധ ദോഷങ്ങൾ ഞങ്ങൾ എല്ലാവരെയും വിടുവിക്കും. കർത്താവെ, നാളത്തെ ആരാധനയ്ക്ക് കടന്നു വരുന്ന ശുശ്രൂഷയ്ക്കായി നിയോഗത്താൽ കടന്നു വരുന്ന അഭിഷക്തനെ ദൈവം ശക്തമായി ഉപയോഗിക്കും. എല്ലാ മഹത്വം അപ്പച്ചനെ. പ്രാർത്ഥന കേൾക്കും. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് പകലും രാത്രിയിലും ആമേൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഐശ്വര്യമായി ദൈവവചനം സംസാരിച്ച ബഹുമാന്യ അഭിഷക്തൻ ബോവസ് അവർക്ക് ഞങ്ങളുടെ സഭയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആമേൻ. തുടർന്ന് ആശീർവാദം ബഹുമാന്യ പാസ്റ്റർ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് കരമുയർത്തി സ്തോത്രം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.